ഓക്കെ. ശരത്തെ, ലാലെ, മിഥുൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മൾ വെക്കാൻ പോകുന്നത് ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് അഥവാ ORM-നാണ്. ഒബ്ജക്ട് റോൾ മോഡലിംഗ് ഒരു ഫുൾ ഫോം ഒക്കെ ഉണ്ട് കേട്ടോ, വേറെ എന്തോ സാധനം ചെയ്യാൻ. ഓണ്ടോളജിക്കലി സ്പീക്കിംഗ് ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ്. അപ്പൊ ഇപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 30 കൊല്ലം പുറകോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ODMG, ഒബ്ജക്ട് ഡാറ്റ മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അവര് ഒബ്ജക്ട് ഡാറ്റാബേസസ് കുറെ വരുന്നതാണ് ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താ പറയാ, ഈ സിമുലയിൽ തുടങ്ങി സ്മോൾ ടോക്കിൽ വന്നപ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ മാത്രമായിരുന്നു. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മാത്സ് ലെവലിലോട്ട് എത്തിക്കുന്നതിൽ വളരെ പങ്ക് C++ വഹിച്ചിട്ടുണ്ട്. പക്ഷെ C++ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈ റിലേഷണൽ ഡാറ്റാബേസ് പെർസിസ്റ്റൻസിനൊന്നും അങ്ങനെ അധികം, എന്നാൽ റിലേഷണൽ ഡാറ്റാബേസസ് അത്രയും ക്രിട്ടിക്കൽ വരുന്നില്ല ആ സമയത്ത്. ഇതായിരുന്നു. പിന്നെ അഡ്വെന്റ് ഓഫ് ഈ 90s വന്നപ്പോൾ വിൻഡോസ് NT ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോപ്പുലർ ആയി, യുണിക്സ് പവർഫുൾ ആയി കഴിഞ്ഞപ്പോൾ റിലേഷണൽ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റംസ് ഒരു 85 ഹൈ എൻഡ് സ്ഥലങ്ങളിലൊക്കെ ഓറക്കിള്, ഇൻഗ്രസ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഫസ്റ്റ് 1976 ഉണ്ടാക്കിയ ഇതാണ് ഇൻഗ്രസ്. CA കമ്പ്യൂട്ടർ അസോസിയേറ്റ്സ് ഓപ്പൺ ഇൻഗ്രസ് എന്ന് പറഞ്ഞ് ഇറക്കുന്നത്, ഓപ്പൺ ഇൻഗ്രസ് അല്ല, ഇൻഗ്രസ് എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഫോമിക്സ്, സൈബേസ് SQL സെർവർ. ഈ സൈബേസ് SQL സെർവറാണ് പിൽക്കാലത്ത് മൈക്രോസോഫ്റ്റ് SQL സെർവർ ആയത്, മിഡ് 90s. കാരണം മൈക്രോസോഫ്റ്റും സൈബേസും കൂടി ഇത് ചെയ്യണം. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസിന്റെ എവല്യൂഷൻ പറയുകയാണെങ്കിൽ 1970 ഈ EF കോഡ് മറ്റേ ഡാറ്റാബേസ് കണ്ടുപിടിച്ചു. അല്ല, ഡാറ്റാബേസ് അല്ല, മറ്റേ റിലേഷണൽ ആൾജിബ്ര കണ്ടുപിടിച്ചു. അതിനെ ചുറ്റിപ്പറ്റി ഫസ്റ്റ് RDBMS എന്ന് വിളിക്കാവുന്ന സാധനം ഇൻഗ്രസ് എന്ന് പറഞ്ഞ RDBMS മൈക്കൽ സ്റ്റോൺ ബ്രേക്കർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലിയിലെ പുള്ളി ഡിസൈൻ ചെയ്തു. ഈ മൈക്കൽ സ്റ്റോൺ ബ്രേക്കർ ആണ് ഇൻഗ്രസിന്റെ നെക്സ്റ്റ് വെർഷൻ അയാൾ പോസ്റ്റ് എന്ന് വിളിച്ചത്. പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്നത്, അതായത് ഇൻഗ്രസ് പോസ്റ്റ്ഗ്രസ്. അപ്പോ ഈ പോസ്റ്റ്ഗ്രസ് കുറച്ചും കൂടി എലാബറേറ്റ് ഡാറ്റ ടൈപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഇൻഗ്രസ് പിൽക്കാലത്ത് കമ്പ്യൂട്ടർ അസോസിയേറ്റ്സ് എന്നുള്ള ഒരു കമ്പനി വാങ്ങിക്കുകയാണ് ചെയ്തത്. അവർക്ക് ആക്പാക്ക് എന്നുള്ള അക്കൗണ്ടിങ് പാക്കേജ് ഉണ്ടായിരുന്നു. ഫ്ലിപ്പർ അവരുടേതായിരുന്നു. ഒരു സിഗ്നിഫിക്കന്റ് കമ്പനി ഇൻ 90s ആയിരുന്നു. ഈവൻ എന്റർപ്രൈസ് മാനേജ്മെന്റിൽ ഈവൻ 2000 CA ഒരു വലിയ പേര് തന്നെയാണ്. അപ്പൊ അത് CA നോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജീവ് കുമാർ ആയിരുന്നു ഇതിന്റെ CEO. വൃത്തൻ ശ്രീലങ്കനും ഇന്ത്യക്കാരായിരുന്നു. ചാൾസ് വാങ് എന്നുള്ള ഒരാളായിരുന്നു ചെയർമാൻ. ഒരു വൈഡ്ലി റെസ്പെക്റ്റഡ് കമ്പനി ആയിരുന്നു CA. ഓക്കെ. അപ്പോ പിന്നെ ഈ സൈബേസ്, ഇൻഫോമിക്സ്, ഗുപ്ത, ഇതൊക്കെയായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തില്. ഇപ്പൊ 93 ഞാൻ കേൾക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ. അപ്പോ മേ ബി RDBMS ക്രിട്ടിക്കൽ മാസ് എത്തിയതും വെബ് ക്രിട്ടിക്കൽ മാസ് എത്തിയതും ജാവയുടെ ആവിർഭാവം ഒക്കെ മോറോർലെസ് ദ സെയിം ടൈം ആയിരുന്നു. അപ്പോ അന്ന് ഒബ്ജക്ട് ഓറിയന്റഡ് സിസ്റ്റത്തിന്റെ ഒബ്ജക്ട്സ് എങ്ങനെ പെർസിസ്റ്റ് ചെയ്യാന്നുള്ളൊരു വലിയ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോ ഇത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒബ്ജക്ട് നമുക്ക് ഡാറ്റാബേസിലോട്ട് പെർസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ലാണെങ്കിൽ സീരിയലൈസേഷൻ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റം സീരിയലൈസർ എഴുതുവോ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റയെ RDBMSന് ഒതുങ്ങും വിധം മസാജ് ചെയ്തൊക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഒബ്ജക്ട്സിനെ റിലേഷണൽ ഡാറ്റാബേസിലോട്ട് പെർസിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേണേ ഐബാറ്റിസ് ടോപ്പ് സ്പീഡ് എങ്ങാണ്ടാണ് ആദ്യത്തെ ORM. പക്ഷെ 2001 ഗാവിൻ കിങ് എഴുതിയ മറ്റേ ഹൈബർനേറ്റ് ആണ് ഒരു ലക്ഷണമൊത്ത OR, അല്ലെങ്കിൽ ORത്തിന്റെ മെജോറിറ്റി പ്രോബ്ലംസ് ഇല്ലാത്തൊരു OR ഇറങ്ങിയത് 2001 or 2002 അപ്പൊ ഈ ഒബ്ജക്ട് അപ്പൊ ഇതാണ് ORത്തിന്റെ ഓർഡർ. പിന്നെ ആൾക്കാർക്ക് അന്ന് മൈക്രോസോഫ്റ്റ് ADO.NET-ലും മറ്റേ ജാവ കമ്മ്യൂണിറ്റി തന്നെ മറ്റേ എന്താ പറയുക, ഒരു JDO എന്ന് പറഞ്ഞ ജാവ ഡാറ്റ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക്കേഷൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ JDO കുറിച്ച് പറഞ്ഞപ്പോ 2002 2003 തുടക്കത്തില് ഒരു ഓഫീസിലിരിക്കുമ്പോ ഒരാൾ ചോദിച്ചു എന്താ JDO എന്ന് വെച്ചാൽ, അത് ഈ പയ്യനാണ് ഡാറ്റാബേസ് അറിയാത്തവർക്ക് മറ്റേ ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള സാധനം എന്നാണ് ഒരു വിദ്വാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ പക്ഷെ നോക്കിയൊക്കെ ORM ജാവ വേൾഡിൽ ഇത് ചെയ്തു. മൈക്രോസോഫ്റ്റിൽ അപ്പൊ അതിന്റെ റാഹിയാൻ എന്ന് പറഞ്ഞ പുള്ളി അത് ഹൈബർനേറ്റ് ഇറക്കി. അപ്പൊ അന്ന് മൈക്രോസോഫ്റ്റിന് ഒരു ORM ഇല്ല, എന്റിറ്റി ഫ്രെയിംവർക്ക് തുടങ്ങിയിട്ടുണ്ടോ തന്നെ ഡെവലപ്മെന്റ്. ഈവൻ ASP.NET MVC അവിടെ ഇല്ല. മൈക്രോസോഫ്റ്റ് ORM വേൾഡിൽ കുറച്ച് പതുക്കെ ഇറങ്ങിയ EF ഇറങ്ങി. അപ്പൊ EF എന്നൊരു കോംപ്ലിക്കേറ്റഡ് സ്കീം ഒക്കെ അവരുണ്ടാക്കി. കൺസെപ്റ്റൽ സ്കീമ ഡിസൈൻ, ഫിസിക്കൽ സ്കീമ ഡിസൈൻ, അതിപ്പോ ലോജിക്കൽ ഫിസിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു മാപ്പിംഗ് സ്പെസിഫിക്കേഷൻ ലാംഗ്വേജ്. അപ്പോ ഈ മറ്റേ
ഈ മാപ്പിംഗ് സ്പെസിഫിക്കേഷന്മാരി ലാംഗ്വേജ് ഞാൻ തന്നെയാണ് ഒരു DSL ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കമ്പനിയിൽ. അതിന്റെ പേര് പൈന്നായിരുന്നു. അപ്പൊ ഈ നാർസിസോ ആണ് മറ്റേ പബ്ലിഷിംഗ് അല്ല സായി എന്നായിരുന്നു ആദ്യത്തെ. ഇത് ഡാറ്റ എടുക്കുന്നതിന്റെ ലാംഗ്വേജിന്റെ ഒരു സായി, സെർവലെറ്റ് ഓട്ടോമേഷൻ ഇന്റർഫേസ് ആണ്. അപ്പൊ സെർവലെറ്റിൽ ഞാൻ കോഡ് നോക്കുമ്പോൾ HTML എലമെന്റിൽ നിന്ന് ഡാറ്റാബേസിലോട്ട് പ്രോസസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തൊരു ഒരു DSL എഴുതി. ആ HTML എലമെന്റ്സ് മറ്റേ റിക്വസ്റ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റ് സെർവലെറ്റിന്റെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഈ പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൺസൾട്ട് ചെയ്ത് മറ്റേ ഡാറ്റാബേസിന്റെ ക്വയറി ജനറേറ്റ്. അന്ന് വയറൊന്നും പറയാൻ അറിഞ്ഞൂടാ. അപ്പോ ഈ പിന്നെ അതിന്റെ ഒരു പബ്ലിഷിംഗ്, അപ്പൊ ഡാറ്റ കാണിക്കുകയും വേണം. അപ്പൊ ഡാറ്റ കാണിക്കുമ്പോൾ അന്ന് സെർവർ റെൻഡഡ് ആണ്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ഈ ടെംപ്ലേറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ വേർഡ് ടെംപ്ലേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അറിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ പേര് പബ്ലിഷിംഗ് ഓട്ടോമേഷൻ ഇന്റർഫേസ് ആണ്. അപ്പൊ പൈന്നാണ് അതിനെ വിളിച്ചത്. അപ്പൊ അത് പിന്നെ അതിന്റെ പേര് പൈസ് അപ്ലിക്കേഷൻ ഇന്റർപ്രറ്റർ എന്നൊക്കെ ആക്കിയിട്ടോ, റിക്കർസീവ് ആക്രോണിം ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോ സായി പ്രോഗ്രാം ചെയ്യുന്നവനെ സായിപ്പ് എന്നും, അപ്പൊ ഒരാൾ പറഞ്ഞു ഇല്ല സായും പൈയും കൂടി ഉപയോഗിച്ചാൽ സായിപ്പായിരുന്നു. അപ്പൊ പിന്നെ ഈ എന്താ പറയാ, ഈ ആരോപണം മൂത്തപ്പോ ഞാൻ എന്റെ പേര് നീഗ്രോ ലാംഗ്വേജ് എന്നാക്കി, നെറ്റ്വർക്ക് എക്സ്റ്റെൻസിബിൾ ഗ്രൂപ്പ് റൂട്ടിംഗ് ഓറിയന്റഡ് ലാംഗ്വേജ്. അപ്പൊ ഈ മറ്റേ എന്താ പറയാ, ആൾക്കാർ ഹോം ഗ്രോൺ ORMs പണ്ട് ചെയ്തിരുന്നതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ ഗാവിൻ കിങ് ആണ് അത് ക്രിട്ടിക്കൽ മാസത്തെ എൻഹൈബറിനായിട്ട്. മൈക്രോസോഫ്റ്റ് EF Core അത് കുറച്ചും കൂടി റിവാമ്പ് ചെയ്ത് ലിങ്ക് ഒക്കെ ആയിട്ട് അതിന് മുമ്പ് ഈ ഓറത്തിന് മുമ്പ് അവര് ഈ ലിങ്ക് ഇറക്കി കഴിഞ്ഞപ്പോ SQL മെറ്റൽ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് ഈ ഡാറ്റാബേസസിനെ ഡാറ്റാബേസ് സ്കീം നോക്കിയിട്ട് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ലിങ്ക് വഴി ഡാറ്റാബേസ് ഒക്കെ പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു അവർക്ക്. സ്റ്റാക്ക് ഓവർഫ്ലോ അതാണ് ഉപയോഗിച്ചത്. പിന്നെയാണ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വന്നത്. ഐ ഡോണ്ട് നോ വെൻ എൻഹൈബർനേറ്റ് ഉണ്ടായിരുന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ EF മെയിൻ സ്റ്റേ ആണ്. അപ്പോ ഈ എന്റെ സ്ഥാനത്ത് ഈ മറ്റേ നമ്മള് 2004 ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങി, റിക്കി വാൻസിന്റെ. അതിലൊരു എംഫസിസ് ഉണ്ടായിരുന്നു, അതായത് പെർസിസ്റ്റൻസ് ഇഗ്നോറന്റ് ഡൊമൈൻ മോഡൽ. ഈവൻ അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ അജൈൽ പ്രിൻസിപ്പിൾസ് പാറ്റേൺസ് ആൻഡ് പ്രാക്ടീസസ് റോബർട്ട് മാർട്ടിന്റെ ബുക്കിലും പുള്ളി പെർസിസ്റ്റൻസ് ആയിട്ട് അവസാനത്തെ ചാപ്റ്ററിലുണ്ടായിരുന്നു. ഇനിയിപ്പോ ഗാവിൻ കിങ്ങിന്റെ ജാവ പെർസിസ്റ്റൻസ് വിത്ത് ഹൈബർനേറ്റിലാണെങ്കിലും ഈ മാപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ കാര്യങ്ങൾ പുള്ളി പ്രതിപാദിക്കുന്നു. എങ്ങനെ ആർബിട്രറി ഒബ്ജക്ട് ഗ്രാഫ് റിലേഷൻ ഡാറ്റാബേസിലോട്ട് സീരിയലൈസ് ചെയ്യാം. അന്നൊക്കെ ഈ അനോട്ടേഷൻ അത്ര പോപ്പുലർ അല്ല, വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതും ഫയൽ വന്നപ്പോ XML മാപ്പിംഗ് ഫയലൊക്കെ വെച്ചിട്ടാണ് ഈ പണ്ട് ചെയ്തിരുന്നത്. അപ്പോ ഈ പിന്നെ ORMനെതിരെ പള്ളുകളി തുടങ്ങി. അതായത് ORM സ്ലോ ആക്കുന്നു. ഈ എല്ലാ കമ്പനിയിലെ വിക്കറ്റ് കീപ്പേഴ്സ് ആണല്ലോ DPS, അവർ തെറിയാൻ തുടങ്ങി. പിന്നെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മാസ്റ്റർ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യാനും മോസ്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഡാറ്റ വരെ ഇപ്പൊ ORM മര്യാദയ്ക്ക് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ പെർസിസ്റ്റ് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഡാവോ പാറ്റേൺ എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെപ്പോസിറ്ററിയിൽ നിങ്ങൾക്ക് ഇപ്പൊ .NET ആണെങ്കിൽ ADO.NET എൻഹൈബർനേറ്റോ ഇനി മറ്റേ ഡ്രൈപ്പറോ അങ്ങനെ ഏതെങ്കിലും ORM വെച്ചിട്ട് നിങ്ങൾക്ക് മൈക്രോ ORMs വെച്ച് പെർസിസ്റ്റ് ചെയ്യാം. ഇനി എൻറ്റിറ്റി ഫ്രെയിംവർക്ക് തന്നെ വേണമെന്നില്ല. ജാവ വേൾഡിലാണെങ്കിൽ JDBC ടെംപ്ലേറ്റ്, JDBC മറ്റേ ഹൈബർനേറ്റ്, ഇനിയിപ്പോ JP അനോട്ടേഷൻ ഉൾപ്പെട്ട ഏതെങ്കിലും സാധനം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അൺടൈപ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യാം. അപ്പോ ഇതാണ് ORMത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ഡൊമൈൻ ഡ്രിവൺ ഡിസൈനും ഈ ORM തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കിടപ്പുണ്ട്. അപ്പൊ മിക്ക ഇതിലും DDDയും ഇത് വരുന്നുണ്ട്. അപ്പൊ പിൽക്കാലത്ത് ഈ മൈക്രോ സർവീസസ് ഫ്രണ്ട് ഫിറ്റ് ചെയ്തു. അപ്പൊ ഒറിജിനലി എന്റെ ഇന്നത്തെ ഉദ്ദേശം മൈക്രോ സർവീസസ് DDD ആൻഡ് പെർസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ അത് അപ്പൊ എന്തൊരു നമുക്ക് ഫോക്കസ് ഉണ്ടാവില്ല, വെറുതെ ഇതുണ്ട്. അപ്പൊ നമുക്ക് ORM എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ ഇന്ന് ORM ഇൻ ജനറൽ ആണ്. വരും സെഷനിൽ ORM ഇൻ .NET, അതായത് പ്രാക്ടിക്കലി സ്പീക്കിംഗ് EF കോറിനെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരിക്കും. പിന്നെ ORM ഇൻ ജാവ, അത് ഹൈബർനേറ്റിനെ കുറിച്ച് അല്ല മറ്റേ JPA കുറിച്ചുള്ള ചർച്ചയായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇതുണ്ട്. ഇനിയിപ്പോ പേഴ്സണലി ശരത് വിൽ ബി ഏബിൾ ടു ടെൽ വെദർ ഈ R2DBC എന്നൊരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്, അസിൻക്രണസ് ഇതിനുണ്ട്. അതിന്റെ മുകളിലോട്ട് സ്പ്രിംഗ് JPAയോ ഇനി അല്ലെങ്കിൽ ഈ JPO പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോ
ലാലിന്റെ ഒരാളുടെ അനുഭവം വെച്ച് തുടങ്ങും. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ എന്റെ ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ കിട്ടിയില്ലേ, അപ്പൊ അതില് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പറയാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പറയാം. ഇപ്പോ ഫ്ലോർ ഈസ് നൗ ഓപ്പൺ. ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ്. അങ്ങനെ പറയാൻ വേണ്ടും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്താ പറയാ, ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ യൂസർ പെർസ്പെക്റ്റീവ് എന്നുള്ള ഇത് ഡീറ്റെയിൽസ് എനിക്ക് അറിയുള്ളൂ. അപ്പോ ഇതിന്റെ ഹിസ്റ്ററി മുമ്പത്തെ കാലം അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ പറഞ്ഞു. ഓർ മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ശരിക്കും ക്ലിയർലി പെർഫോമൻസ് ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മ കൊറി എഴുതി കഴിഞ്ഞിട്ട് റൺ ചെയ്യണതും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കൊറിയും, പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അത് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റാബേസ് ആണെങ്കിൽ MSSQL പോലത്തെ സ്ഥലങ്ങളിൽ പ്രൊസീജിയർ വരുമ്പോ പെർഫോമൻസ് ORM-ന് ഒരിക്കലും കിട്ടൂല. അത് ഒരു പോയിന്റ്. നമുക്ക് മൂവ് ചെയ്യണതിന്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൊറി മാനുവൽ ആയിട്ട് എഴുതണത് ഒഴിവാകും. അത് ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇനീഷ്യലി വലിയൊരു സംഭവം തോന്നില്ലെങ്കിലും ലോങ് ടേം മെയിൻ്റനൻസിന് അത് വളരെ നല്ലതാണ്. കാര്യം വെച്ചാൽ ഇഷ്ടംപോലെ ചേഞ്ചസ് വരാം. അതായത് ഡാറ്റാബേസിൽ ചേഞ്ചസ് വരാം, കോളത്തിന്റെ ടൈപ്പ് മാറാം, പേര് മാറാം, പല പല ചേഞ്ചസ് വരാം. അപ്പൊ നമ്മ ഒരു എന്താ പറയാ ടൈപ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ചേഞ്ച് ആവുമ്പോൾ നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ അറിയാൻ പറ്റും അത് പൊട്ടി ഇത് പൊട്ടി എന്നൊക്കെ. മറ്റേത് റൺ ടൈമിൽ അറിയാൻ പറ്റുള്ളൂ. ഒരു സ്ട്രിങ് കൊറി എടുക്കുമ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ടൈമിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് തോന്നിയേക്കണത്, പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ വരുമ്പോ. ഇത് രണ്ടും ആണ് എനിക്ക് വ്യത്യാസം തോന്നിയത്. പിന്നെ ഈ മൈക്രോ സർവീസ് ഒക്കെ വരുമ്പോ ഡാറ്റാബേസ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്നുള്ളൊരു ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി വന്നുണ്ട് ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട്. അതായത് ഞാനിപ്പോ എനിക്ക് ചെയ്തു നോക്കുമ്പോ വേണമെങ്കിൽ എനിക്ക് എന്താ പറയാ SQLite ചെയ്തു നോക്കാം, ടെസ്റ്റിംഗിൽ MySQL ടെസ്റ്റ് ചെയ്യാം, MSSQL ഡിപ്ലോയ് ചെയ്യാം. അതൊരു നല്ല നോർമലൈസേഷൻ ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നല്ലതാണല്ലോ. ബിഫോർ ഐ ടേക്ക് ഒപ്പീനിയൻ ഫ്രം അതേഴ്സ്, ഒരു ഡൗട്ട് ചോദിക്കും. അതായത് 2009 8 ലിങ്ക് വന്നു. ലിങ്ക് ടു SQL എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, അന്ന് SQL-ന് മാത്രമേ ലിങ്ക് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. മറ്റേ ലിങ്ക് പ്രൊവൈഡർ ഫോർ അതർ ഡാറ്റാബേസസ് ഉണ്ടായിരുന്നില്ല. മൈക്രോസോഫ്റ്റ് എഴുതാത്തോ ആരും എഴുതാത്തോ. അപ്പൊ എന്റെ ചോദ്യം എന്താ, ഇപ്പോഴും അത് എക്സിസ്റ്റിംഗ് ആണോ? എക്സിസ്റ്റിംഗ് ആണ്, പക്ഷേ മെജോറിറ്റി ആൾക്കാരും EF-ലോട്ട് മാറി. ഇപ്പൊ ഓൾറെഡി ഉള്ള പ്രോജക്റ്റുകളിൽ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യണമെന്നുള്ളൂ. എനിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എൻറ്റിറ്റി ഫ്രെയിംവർക്ക് പോപ്പുലർ ആയി നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, യൂസ് ചെയ്തിട്ടില്ല. അല്ല, അപ്പൊ എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. മറ്റേ ഈ പറഞ്ഞില്ലേ ഇപ്പൊ സ്റ്റോർഡ് പ്രൊസീജിയർ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈബർനെറ്റിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ സ്റ്റോർഡ് പ്രൊസീജിയർ ആയിട്ട് മാപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല ചേർത്തെ? ആണെന്നാണ് തോന്നണേ. നെറ്റീവ് എന്ന് പറഞ്ഞിട്ട് എൻറ്റിറ്റി ഫ്രെയിംവർക്കിലും പറ്റും പ്രൊസീജിയർ ആയിട്ട് മാപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പോ ഡിസഡ്വാൻറ്റേജ് പ്ലംബിംഗ് ലെയർ ഡിലേ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അല്ല, ഡിസഡ്വാൻറ്റേജ് എന്നത് ഇവിടെയാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, MSSQL പ്രൊസീജിയർ ഉണ്ട്, അതിൽ ഓടിക്കൊണ്ടിരിക്കണു. എനിക്കത് SQLite മാറ്റണം. SQLite പ്രൊസീജിയർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. അത് ടു മച്ച് റിലീജിയസ് ആവുമ്പോഴാണ് ആ പ്രശ്നം. അല്ല, ഞാനിപ്പോ കാണുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഡാറ്റാബേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോ അതായത് ആപ്ലിക്കേഷൻ മിഡിൽ വെയർ സെൻട്രിക് ഡെവലപ്മെന്റ് നടത്തുന്നു. അതെ, പെർസിസ്റ്റന്റ് അല്ല, പെർസിസ്റ്റന്റ് നോക്കുന്നേ ഇല്ല, ഉണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു മോഡിലാണ്. പെർസിസ്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും പെർസിസ്റ്റന്റ് അല്ല എന്ന് വേറെ അർത്ഥമായി. അതെ. ഈവൻ ചില സിറ്റുവേഷനിൽ EF ഇൻ മെമ്മറി ഡാറ്റാബേസ് തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പെർസിസ്റ്റന്റ് ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് സിമുലേറ്റ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നാൽ പോലും.
അല്ല ഞാൻ കണ്ടത് മറ്റേ അതിന്റെ ഈ ഈ പലരും അത് ഉപയോഗിക്കുന്നുണ്ട് SQL അതിന്റെ മറ്റേ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറ പറഞ്ഞു അതായത് ഈ മറ്റേ റൺ ടൈമിൽ പൊട്ടുക എന്നുള്ളത് ലാക്ക് ഓഫ് ടെസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് നീ എവിടെ എക്സ്പീരിയൻസ് ചെയ്തേക്കണേ? ലാക്ക് ഓഫ് ടെസ്റ്റിംഗ് എന്ന് കഴിഞ്ഞാലേ അത് ഒരു ലെയർ കടക്കണ്ടേ. അതായത് ഇപ്പൊ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ടേബിൾ സ്ട്രക്ചറിൽ ഒരു മേജർ ചേഞ്ച് വരുത്തുകയാണ്. അപ്പൊ ആ മേജർ ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ട് ഞാൻ ഒരു എന്താ പറയാ ഡെവലപ്പർ സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തു. അവര് ടെസ്റ്റ് ചെയ്ത് പൊട്ടി എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതിനേക്കാളും എളുപ്പമല്ലേ എനിക്ക് പ്രൊജക്ട് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ കമ്പൈൽ ടൈം എറർ കിട്ടുന്നത്. ഒരു സ്റ്റാറ്റിക് ടൈപ്പിംഗിന്റെ ഒരു ലാഞ്ചന ഉണ്ടെന്നാണ് ലാല് പറഞ്ഞു വരുന്നത്. വെറുതെ ഉണ്ടെന്നല്ല, അതിന്റെ ഇമ്പാക്ട് ഭയങ്കര. അപ്പൊ സ്കീമ ചേഞ്ചസിൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ എന്താണ്? അതായത് സ്കീമ ചേഞ്ചസ്, അതായത് ടേബിൾ ഇൻഡിപെൻഡന്റ്, അതായത് ഡാറ്റാബേസ് ചേഞ്ചസ് നടത്തുന്നത് നമ്മുടെ കോഡ് ഡ്രിവൺ അല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഒരു സെയിം പ്ലേസിൽ അത് അലോ ചെയ്യില്ല. പിന്നെ ഡാറ്റാബേസ് ചേഞ്ച് കോഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ലാല് കുറച്ചും കൂടി ഇതിപ്പോ ലാലിന്റെ പല അനുഭവങ്ങളും ചിലപ്പോ ലാലിന് പൊളിറ്റിക്കൽ അതോറിറ്റി ഉള്ളതും ലാല് കൺസൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാകുമ്പോ ലാലിന് അധികാരം കിട്ടുമല്ലോ. കോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഡാറ്റാബേസ് മാറുമല്ലോ. ഞാൻ ഒരു ഡെവിൾസ് അഡ്വക്കസി ഇട്ടതാ. അല്ല മാറാം. ഞാൻ പറയുന്നത് നമുക്ക് അത് പക്ഷേ സ്റ്റെബിലിറ്റിനെ ബാധിക്കും. അത് ബാധിക്കും. അല്ല ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ടൈം പോകില്ല എന്നാണ് ലാല് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല അതൊക്കെ അംഗീകരിച്ചു. അല്ല എനിക്ക് സ്പെസിഫിക് സാധനങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾ സ്കീമ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കോഡിലോട്ട് എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യിപ്പിക്കണേ? ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യോ? പിന്നെ തിരിച്ചും ചെയ്യണ്ടേ? ഫസ്റ്റ് ആണെങ്കിൽ തിരിച്ചും ചെയ്യണ്ടേ? ഡാറ്റാബേസ് മൈഗ്രേഷൻ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതാണ് എനിക്ക് എന്റെ ഓർമ്മ. രണ്ട് രീതിയിലും ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് ഡാറ്റാബേസ് ഫസ്റ്റും ചെയ്യാം, കോഡ് ഫസ്റ്റും ചെയ്യാം. കോഡ് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കോഡായിട്ടായിരിക്കും കിടക്കുന്നത്. മൈഗ്രേഷൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡാറ്റാബേസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. നമ്മ അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യണം. നമ്മ ഇവിടെ വേറെ ഒന്നും കീപ്പ് ചെയ്യണില്ല. അപ്പൊ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മ കറസ്പോണ്ടിങ് മോഡൽസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഡാറ്റാബേസ് ഫസ്റ്റ് ആണെങ്കിൽ. കോഡ് ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ മൈഗ്രേഷൻ എഴുതി കൊടുക്കണം. അടുത്ത വെർഷനിലോട്ട് എന്ത് ചേഞ്ച് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ആ മൈഗ്രേഷനിൽ കോളം ഡ്രോപ്പ് ചെയ്യണതും പുതിയ കോളം ക്രിയേറ്റ് ചെയ്യണതും എല്ലാം വരും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നുണ്ട്, കോഡ് എഴുതി ഉണ്ടാക്കണമെന്നുണ്ട്. മെജോറിറ്റി കേസിലും കോഡ് ഫസ്റ്റില് കോംപ്ലക്സ് ആണെങ്കിൽ കോഡ് എഴുതിയാണ്. കോഡ് പറ്റുള്ളൂ, കാരണം നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും. പല കൺസ്ട്രെയിൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് സാധനം, അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം ഫേസ് ചെയ്തത് കോഡ് ഫസ്റ്റിലാണോ ഡാറ്റാബേസ് ഫസ്റ്റിലാണോ റൺ ടൈമിൽ ഇഷ്യൂ അടിച്ചത്? രണ്ടിലും അല്ല, ADOയില് നമ്മ മാനുവൽ ആയിട്ട് കൊറി എഴുതി എക്സിക്യൂട്ട് ചെയ്യുമ്പോ. അത് ഇപ്പുറത്തില്ലാന്നാണ് നിന്റെ ആർഗ്യുമെന്റ്. ശരി. അതെ. ഓക്കെ. അപ്പൊ ഇനി ഈ ഡാറ്റാബേസ് മൈഗ്രേഷൻസ് ഓടിക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് സ്പെസിഫിക് ടൂൾസ് വരുന്നുണ്ടോ? ഓട്ടോ ടൂൾസും ഉണ്ട്. ഇപ്പൊ പുള്ളി പറഞ്ഞത് മറ്റേ കോഡ് നമുക്ക് വേണമെങ്കിൽ മാനുവലി പറയാം. അതായത് മാനുവലി ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചെയ്യാം. അത് അല്ല, ഒരു മൈഗ്രേഷൻ എന്ന് പറഞ്ഞ CS ഫയലാണ്. ആ CS ഫയലില് നമ്മ എഴുതി കൊടുക്കും. അതെ. അത് DDL എഴുതാം. മറ്റേ ഇതുപോലത്തെ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് DSL പോലത്തെ അതുണ്ടെന്ന് തോന്നുന്നു. ഞാനത് അത്ര ഡീറ്റെയിൽ ഹൈബർനേറ്റില് ഇങ്ങനെ ചെയ്യാം, പക്ഷെ ഇങ്ങനെ ചെയ്യാറില്ല. ഇത് ഓഫ് ചെയ്തിടും. ഓട്ടോമാറ്റിക് സ്കീം അപ്ഡേറ്റ് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോ വേറെ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാറ് സാറേ. ഫ്ലൈ DB അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് എഴുതും. അതായത് അപ്പ് ആൻഡ് ഡൗൺ സ്ക്രിപ്റ്റ്സ് ഡൗൺ എഴുതാറില്ല, സ്നാപ്ഷോട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാറ്. അതായത് സ്കീമ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതും. അല്ല, അപ്പൊ അതുകൊണ്ടാണ് ഈ ഒബ്ജക്ട് റിലേഷണൽ റാപ്പിംഗ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ, അതായത് ഡാറ്റാബേസ് ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് കോഡിൽ നിന്ന് മാപ്പിംഗ് എപ്പോഴും ഡാറ്റാബേസ് സോഴ്സ് ഓഫ് ട്രൂത്ത് ആക്കിയിട്ട് കോഡ് ജനറേറ്റ് ചെയ്യോ, കോഡ് ഇപ്പുറത്ത് കാലിബ്രേറ്റ് ചെയ്യോ അങ്ങനെയാണോ?
അതാണോ അത് ഇത് ആ ഒഴിവാക്കണോ? അതെ 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 അതെ. കാരണം ഈ ഇപ്പോ നമ്മൾ കോഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ അപ്പൊ റിലീസ് പൈപ്പ് ലൈൻ ആയിട്ട് ഒരു ബന്ധമുണ്ട് അതിന്. അപ്പൊ നമ്മൾ എവിടെ വെച്ചിട്ട് ഫ്രീസ് ചെയ്യണം. അതായത് ഡിപ്ലോയ്മെന്റ് ഇപ്പൊ ക്യാൻഡറി അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റില്ല. ഓ, അതായത് അതായത് നിങ്ങൾ പറയണത് അത് അതർവൈസ് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇത് റിലേഷണൽ ഡാറ്റാബേസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കിപ്പം പാരലി അങ്ങനെ ഡിപ്ലോയ് ചെയ്യാനൊന്നും പറ്റില്ല. ഫ്രീസ് ചെയ്യണം, ഒരെണ്ണം ഇട്ടിട്ട് ആ സാധനം ഓടിക്കണം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ഥലത്ത് നിന്ന് വന്നിട്ട് പിന്നെ ടേബിൾ ലോക്ക് ഒക്കെ ആയി പണിയാവും. അല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ജാവ എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ അല്ല, മറ്റേ കോർപ്പറേറ്റ് വെബ് ലെയറിന് അല്ല, കോർപ്പറേറ്റ് ലെയറിന് വേണ്ടി മാത്രമല്ലല്ലോ, വെബ് ലെയറിൽ എഴുതുമ്പോഴും ഈ പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ അതെ അതെ. മൈക്രോസോഫ്റ്റിൽ മിക്കതും മൈഗ്രേഷൻ സെപ്പറേറ്റ്ലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആവും ഈ സാധനം. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ എന്റെ ഒരു പാരഡോക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എവിടെയൊക്കെയാണോ ഞാൻ ഈ ഓറമും ഇതൊക്കെ ടച്ച് ചെയ്തേക്കുന്നത്, അവിടെയൊക്കെ ഇങ്ങനെ ഈ ഇപ്പൊ ലാല് ഫേസ് ചെയ്തേക്കണ മാതിരി അങ്ങനെയാണ് കോഡിങ് വർക്ക് ചെയ്യണേ. പക്ഷേ റെഗുലേറ്റഡ് സ്ഥലത്ത് ഞാൻ കോഡ് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എനിക്ക് ലാലായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ. എനിക്ക് കുറച്ച് ലാല, അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 5 നോഡിലോട്ട് ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഉം, ഉം, ഫൈനലി. ഉം. അപ്പൊ ഈ സാധനം ഫ്രീസ് ചെയ്യണം. കാരണം ഒരെണ്ണത്തിൽ നിന്ന് മാത്രമേ മൈഗ്രേഷൻ റൺ ആവാൻ പാടുള്ളൂ. ഉം, ഉം. അതൊക്കെ എങ്ങനെയാണ് അപ്പൊ ചെയ്യുന്നത്? അത് കോഡിൽ കൺട്രോൾ ഇല്ലല്ലോ, അത് ഇൻഫ്രാസ്ട്രക്ചറിലാണ് കിടക്കണേ. ഡിപ്ലോയ്മെന്റ് പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ടാണ് അത് കിടക്കണേ. നമുക്ക് എന്റിറ്റി മൈഗ്രേഷൻ 2 രീതിയിൽ ട്രിഗർ ചെയ്യാം. നമുക്ക് കോഡിൽ നിന്നും ട്രിഗർ ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ടും ട്രിഗർ ചെയ്യാം. എക്സ്റ്റേണൽ ആയിട്ട് അപ്പൊ ഓടുന്നതാണെങ്കിൽ അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ വല്ല ഏതൊരു പൈപ്പ് സിംഗിൾ ലൈനിന്റെ നോഡിൽ ഭാഗമായിട്ട് ഓടിക്കും. കയറ്റി കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യണേ ആ സാധനം. ആ, ഞാൻ കോൺഫിഗർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. 2 ആ രീതിയിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഒരാള് ഓൾറൗണ്ടർ എന്നും വിക്കറ്റ് കീപ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. വിക്കറ്റ് കീപ്പറിന്റെ പണിയല്ല മിക്കവാറും. ഡെവലപ്പർ ഡി ബി ഒക്കെ ഇൻവോൾവ് ആയിരിക്കും. ഇപ്പൊ മാറി വരും കേട്ടോ ആ എല്ലാം. അത് മൈക്രോ സർവീസ് വന്നപ്പോ അല്ലേ? ഉം. ഓക്കെ. അപ്പോ പിന്നെ ഈ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ എന്റിറ്റി ഫ്രെയിംവർക്കിലെ മൈഗ്രേഷൻ അങ്ങനെ കേട്ടോ എടുക്കണേ. അടുത്ത വെർഷനിലോട്ട് അപ്പും ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ ഡൗണും അങ്ങനെ ഡൗൺ എഴുതി ആവില്ല. വെക്കണം. ഡൗൺ പ്രശ്നമുണ്ട്. ഡൗൺ അതെ. സ്നാപ്ഷോട്ട് വെച്ചില്ലെങ്കിൽ പണി വാളും. ഉം, ഉം, ഉം. അപ്പൊ അങ്ങനെയാണ് ഓക്കെ. പരിപാടി. അപ്പൊ ഒരു മൈഗ്രേഷൻ എങ്ങനെ, ഇപ്പൊ നമ്മളിപ്പോ ഘടനാപരമായി പുറത്തുനിന്ന് പറഞ്ഞു. ഓക്കെ. ഉം. ഇതിപ്പോ ഈ ചോദ്യം ഒരു കുറച്ച് ഡോട്ട് ഇതിലാണ്. ഈ CSDL, ഫിസിക്കൽ സ്കീമ ഡിസൈൻ, മാപ്പിംഗ് സ്കീമ ലാംഗ്വേജോ, അങ്ങനെ ഈ 3 കാര്യങ്ങളായിട്ട് മൈക്രോസോഫ്റ്റ് അത് മുറിച്ചതിനാ അത് ഒറിജിനലി ഇപ്പൊ അല്ലാട്ടോ. ഡാറ്റാബേസ് ഫസ്റ്റിന് വേണ്ടിയാണ് അത് ചെയ്തതെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് അതിൽ വേറൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് അത്? EDMX അങ്ങനെ ഒരു ഫോർമാറ്റ് ഒക്കെ അല്ലേ? EDMX അത് യൂസ് ചെയ്യണില്ല, വളരെ കുറവാണ്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് ആണോ? അങ്ങനെ ആവാൻ വഴിയില്ല, ആർക്കും താല്പര്യമില്ല ആ ഒരു ഫോർമാറ്റിലോട്ട് പോകാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഓൾറെഡി ഉണ്ടാവണം എന്നുള്ളൊരു അസംഷൻ ആണ്. അപ്പൊ പഴയ സിസ്റ്റംസ് ഉണ്ടാവും, മെയിൻ്റെനൻസ് സംഭവങ്ങൾ ഉണ്ടാവും, പുതിയത് ചെയ്യണത് കോഡ് ഫസ്റ്റിലേക്കേ പോവുള്ളൂ. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കോഡിൽ നിന്ന് തന്നെ പറ്റണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ അപ്രോച്ച്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. പണ്ട് SQL മെറ്റ ലാംഗ്വേജ് എന്ന് കണ്ടായിരുന്നു. SQL മെറ്റ എന്നൊരു ടൂൾ ഉണ്ടായിരുന്നു, അതായത് ലിങ്ക് ടു SQLന്റെ കാലത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു SQL സെർവർ ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിലോട്ട് പെർസിസ്റ്റ് ചെയ്യണ C# ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന മറ്റേ വിഷ്വൽ സ്റ്റുഡിയോ ടൂളിംഗ് ആണോ, ഒരു കമാൻഡ് ലൈൻ ടൂൾ ഉണ്ടോ? ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ കസ്റ്റം എഴുതേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ വേറെ ടൂൾ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയില്ല, മെറ്റൽ ഞാൻ കേട്ടിട്ടില്ല. മറ്റേ ജാവയിൽ എങ്ങനെയാണ് ശരത്തെ? മറ്റേ ഡാറ്റാബേസ് സ്കീമിന്ന് മറ്റേ കൈകൊണ്ട് എഴുതണോ അതേ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ടൂളിലോ ഉണ്ടോ? ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ് അത്. സാർ എനിക്കിപ്പോ ടോപ്പ് ഓഫ് ദ ഹെഡിൽ നിന്ന് വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. അപ്പൊ അതൊന്നും നമുക്ക് ഇത് ചെയ്യണം. അപ്പോ ഇത് ഈ കേസിൽ .NETന്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ EDMX ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസ് ഓൾറെഡി ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത്
EDMX ഫയൽ പോപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് മോഡൽ കോപ്പി ചെയ്ത് കോഡ് ഫസ്റ്റ് ആക്കാം. അങ്ങനെ അത് ആക്കേണ്ട ചെയ്യാറുണ്ടോ? ഒരു സിറ്റുവേഷൻ അതൊരു വരുവാണെങ്കിൽ കോമൺ പാറ്റേൺ ആണോ? അങ്ങനെ ചെയ്യാറില്ല. എന്നുവെച്ചാൽ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ഫോളോ ചെയ്യല്ലേ ഉള്ളൂ. ഡാറ്റാബേസ് പിന്നെ ഒരു ഇല്ലാത്ത കാര്യമുണ്ട്, കേസിലാണല്ലോ ബിഗ് ബാങ് ആയിട്ട് ആരും ചെയ്യില്ല. ഈ ഡാറ്റാബേസിന്റെ ഹൈവ് ഓഫ് ടേബിൾസ് ഓരോ ടീമായിരിക്കും ഓൺ ചെയ്യണത് അല്ലേ? മെയിൻ്റനൻസ് വരുമ്പോഴാണ്, പഴയ പ്രൊജക്റ്റുകളിലാണ് ഡാറ്റാബേസിന് ആ ഒരു ഇത് വരുന്നത്. പുതിയതിലോട്ട് വരുമ്പോ, പ്രത്യേകിച്ച് മൈക്രോ സർവീസിൽ വരുമ്പോ അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ശരത്തിനോടാണ്. ശരത്ത്, ഈ മറ്റേ നമ്മൾ ഹൈബർനേറ്റ് അത് നോക്കിയെന്ന് അറിഞ്ഞൂടാ. അതായത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ജാവയിൽ 2014 കൊണ്ടുവന്നത്. അതായത് ലേസി ഇവാലുവേഷൻ 2014 വന്നപ്പോൾ ഹൈബർനേറ്റ് മറ്റേ ഹൈബർനേറ്റ് ക്വയറി ലാംഗ്വേജ് പണ്ടേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൈബർനേറ്റ് ക്വയറി ലാംഗ്വേജ് ഈ HQL ഒരു കമ്പൈലർ വെച്ചിട്ട് മറ്റേ OBJSM വെച്ചിട്ട് ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ഈ യൂസർ സ്പേസിലാണ് ക്വയറി റൺ ചെയ്യണതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതെയോ ഈ സെലക്റ്റീവ് കേസസിൽ ഇപ്പോൾ .NETന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എവർ സിൻസ് ലിങ്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പല കമ്പ്യൂട്ടേഷൻസും സെർവറിലോട്ട് ഡെഫർ ചെയ്യും. ക്വയറി കോംപ്രിഹെൻഷൻ ഒക്കെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് കൂടി പറയാം. 2008 എൻഹൈബർനേറ്റ് ബിക്കെയിം ഫാസ്റ്റർ ദാൻ ഹൈബർനേറ്റ് ത്രൂ ഈ എൻഹൈബർനേറ്റ് ഓവർ ലിങ്ക് വന്നപ്പോൾ ഈ ഫീച്ചർ വെച്ചിട്ട്. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈബർനേറ്റിൽ ഇപ്പൊ നമ്മൾ 2012 ഡിസ്കഷൻ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈബർനേറ്റ് യൂസർ സ്പേസിലാണ് ഏതെങ്കിലും ഇതില് സെർവർ ഫസ്റ്റ് ക്വയറി, അതായത് ഇപ്പൊ സെഷൻ ഫാക്ടറി ഡോട്ട് ഒരു ക്വയറി ചെയ്യുന്നു വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോട്ടൊക്കെ ഈ അടിക്കുന്ന മെത്തേഡ് ചെയിനിങ് ഒക്കെ ലോക്കലിയല്ലേ നടക്കുന്നത്? അതെയോ ഇതെല്ലാം കൂടി അവര് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് വിടുന്നുണ്ടോ സെർവറിലോട്ട്? ഇല്ല പിന്നുള്ള ഡോട്ട്സ് അതായത് ഇല്ല ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ആ സ്ട്രീംസിലല്ല ഓപ്പറേഷൻസ് നടക്കുന്നത്. അതല്ലെങ്കിൽ അവർ അല്ല, ഇപ്പൊ അങ്ങനത്തെ പ്രോഗ്രാമിംഗ് മോഡൽ തരണം. അല്ല അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ലിങ്കിന് ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയാനാണ് എന്റെ ചോദ്യം. കാരണം അങ്ങനെയാണെങ്കിൽ ലിങ്കിന് അഡ്വാൻറ്റേജ് ഉണ്ട് 2014 വരെ. കാരണം ലിങ്ക് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആണ്. മറ്റേ അവര് പ്രിപ്പയർഡ് ക്വയറി ഒക്കെ ജനറേറ്റ് ചെയ്ത് സെർവറിനെ ഹിറ്റ് ചെയ്യുന്നു. ഇത് പക്ഷെ സാറേ, ഇത് ഹൈബർനേറ്റിന്റെ കോഡ് കമ്പൈൽ ചെയ്തിട്ട്, അതായത് ഈ ലേസി ആവുമ്പോ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതായത് ക്വറി കമ്പോസിഷൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂല് ഇവിടെ അഡ്വാൻറ്റേജ് കാണുന്നില്ല. അല്ല അവരുടെ ഫുള്ള് ഇത് കഴിയുമ്പോ അവരുടെ കയ്യില് ആ മറ്റേ റൈഫൈവ് ഇല്ലേ, അതായത് ആ ടെർമിനൽ ഓപ്പറേറ്റർ വിളിക്കണേക്കാൾ മുമ്പ് അവർക്ക് ഡാറ്റാബേസിനെ അപ്പ ഹിറ്റ് ചെയ്താൽ മതി. അപ്പോ അപ്പൊ ഇത് കമ്പോസിബിൾ അല്ല എന്ന് പറയേണ്ടി വരും. ഹൈബർനേറ്റ് കമ്പോസിബിൾ അല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ കോഡ് ചെയ്യരുത് അപ്പോ. അല്ല ഹൈബർനേറ്റ് അങ്ങനെ ഒരു ചെറിയൊരു മറ്റേ എന്താ പറയാ, ഈ യൂസർ സ്പേസിലെ അല്ലെങ്കിൽ അങ്ങനെ കോഡ് ചെയ്തത് അല്ല, അതാണ് ഞാനത് ആലോചിച്ചിട്ടില്ല. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അതായത് ഇത് മനസ്സിലാക്കണം. ഇത് മറ്റേ ഓപ്ഷൻ അറിയാവുന്നവർക്കേ പ്രശ്നമുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2014 കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു വേറെ DSL വേണമെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അല്ല അതിനൊരു അഡ്വാൻറ്റേജ് മറ്റേ എൻറ്റിറ്റി ഫ്രെയിംവർക്കിനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇല്ല, അങ്ങനത്തെ സാധനം ഇല്ല. പിന്നെ JWQ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. JWQ ഇന്നലെ പറഞ്ഞ സാധനം അല്ലേ? ലാലിന് മനസ്സിലായ ഡിസ്കഷൻ എന്താന്ന്? കമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല അങ്ങനെ ഒരു അപ്പൊ ശരിക്കും 2014 കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമ്പാറ്റബിലിറ്റി കാരണം ചിലപ്പോൾ അവർ ചെയ്യണമെന്നില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ JWQ ഫങ്ഷണൽ സ്റ്റൈലിലാണ് അവര് ഇംപ്ലിമെന്റ് ചെയ്തേക്കണേ. JWQല് പക്ക അവരുടെ ഒരു, അതായത് ഇപ്പൊ create.select എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേബിളിന്റെ ഇത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാം. അത് ടൈപ്ഡ് ആണ്.
എന്നിട്ട് ഡോട്ട് ഫ്രം, ഡോട്ട് ജോയിൻ, ഡോട്ട് വെയർ, അങ്ങനെ 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 കമ്പോസ് എടുക്കാം. അപ്പൊ അവരുടെ എക്സിക്യൂഷൻ സ്ട്രാറ്റജി പോയി നോക്കിയാൽ മതി അല്ലേ? അതെ അതെ. അപ്പൊ ഈ സാധനം, ഈ കമ്പോസിഷൻ പല സ്ഥലത്തു നിന്ന് കമ്പോസ് ചെയ്ത അവസാനം നമുക്ക് വേണ്ട സ്ഥലത്ത് ഫൈനൽ ഫെച്ച് ഹിറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് അപ്പൊ ഈ JWക്ക് ഈ ടീമിന്റെ തന്നെയാണോ, മറ്റേ റെഡാറ്റിന്റെ തന്നെയാണോ? അല്ല, JWക്ക് ഒരുത്തൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവന്റെ പേര് ഞാൻ പറഞ്ഞു. ഓരോ പുള്ളി പേര് ഞാൻ മറന്നുപോയി. ഈ ഓട്ടോഫാക്ക് ലിങ്ക് സപ്പോർട്ട് ചെയ്യണ്ടോ? ഓട്ടോഫാക്ക് അല്ല, ഡ്രേപ്പർ. ട്രാപ്പർ ലിങ്ക് സപ്പോർട്ട് ചെയ്യൂല. ഇല്ല, നമുക്ക് കുറി എഴുതണം. പ്രൊവൈഡർ എഴുതി അവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതെ അതെ, പ്രൊവൈഡർ എഴുതി കൊടുക്കാം. മൈക്രോ ആർമ ഉള്ള, അപ്പൊ അവര് അതിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. അതും കൂടി വന്നു കഴിഞ്ഞാല് പിന്നെ എൻറ്റിറ്റി ഫ്രെയിംവർക്കും തമ്മിൽ ഡിഫറൻസ് ഇല്ലാണ്ടായി പോകില്ല. ബഹളമല്ലേ മൈക്രോസോഫ്റ്റ് അവനെ തട്ട്. ലൂക്കാസ് എഡർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ ലൈബ്രറിയാണ് അത്. പുള്ളി 2014 കഴിഞ്ഞിട്ടാണോ? 2014 ആവാട്ടോ, 2014 ആയിരിക്കാം. അല്ല സാറേ, ജാവ 8 സ്ട്രീംസ് ആയിട്ട് കമ്പോസബിൾ ആവില്ല ഇതൊരിക്കലും. അല്ല, 2010 ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ലേസി ഉള്ളത് കൊണ്ട് അവർക്ക് ടെക്നിക്കലി പോസിബിൾ ആണ്. സ്ട്രീംസ് തന്നെ വേണമെന്നില്ല. ലാംഡ മതി, ഹെയറോടെ ഫംഗ്ഷൻ മതി. അല്ല, ഇപ്പൊ ഇവര് അയനുമറബിൾ ആയിട്ടാണല്ലോ ഉണ്ടാക്കിയാണ്, ഫുൾ ബേസ്ഡ് ആണല്ലോ. അത് RX ചെയ്തപ്പോഴാണ് അവര് ഷെഡ്യൂളർ ആഡ് ചെയ്തിട്ടാണ് ഒബ്സർവബിൾ സപ്പോർട്ട് ചെയ്തത്. ഒരു പുള്ളി ജാവ ഈ ബൈനറി ട്രാൻസ്ലേഷൻ വഴി ജാവ ലിങ്ക് സപ്പോർട്ട് ഉണ്ടാക്കിയതുണ്ടോ അല്ലെ? എന്തായാലും പറഞ്ഞോട്. ഇപ്പൊ SQL J എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അറിയോ? ഇല്ല. ഒന്ന് അടിച്ചോക്കെ. അത് പ്രീ കമ്പൈലർ ആയിരുന്നു. മറ്റേ ഇത് എംബെഡഡ് SQL സപ്പോർട്ട് ആയിരുന്നു. SQL J സ്റ്റാൻഡേർഡ്. അത് പെട്ടെന്ന് പറഞ്ഞോളാം, JSRൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയണവര്? Embedded SQL statements to be embedded within Java programs. It is designed to provide a more concise and type-safe way to integrate SQL. അതായത് ഫോറിൻ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. ഫോറിൻ ലാംഗ്വേജ് അല്ല, ഇപ്പൊ സിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ProStar C എന്ന് പറഞ്ഞ സാധനമുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് അത് ഈ പ്രീ കമ്പൈലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് പ്രൊസീജിയർ കോൾ ആക്കും. അതായത് ഒറാക്കിൾ കോൾ ഇന്റർഫേസ് ആക്കി വേണ്ടി. ODBC വെച്ചിട്ടൊക്കെ പ്രീ കമ്പൈലർ ഉണ്ടായിരുന്നു. ഇവിടെ MS-DOS ഉണ്ടായിരുന്നു ODBC സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. SQL J ഒരു സമയത്ത് പോപ്പുലർ ആവുന്നൊക്കെ വിചാരിച്ച. സ്റ്റാൻഡേർഡ് .NET ഉണ്ടാകുന്നവരാണ്. ഓക്കെ, അപ്പൊ ക്വയറി ലാംഗ്വേജും മറ്റേതിൻ്റെയൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഈ ഒരു ഫീൽഡ് പെർസിസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മറ്റേ ട്രാൻഷ്യന്റ് ആണ് മറ്റേ ഹൈബർനെറ്റിൽ ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ .NET എന്താ? .NET ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, നോട്ട് മാപ്ഡ് എന്ന് പറഞ്ഞ എന്തോ. അത് കൊടുത്തു കഴിഞ്ഞാല് അത് പെർസിസ്റ്റ് ചെയ്യൂല. ഓക്കെ. പിന്നെ നമ്മുടെ പെർസിസ്റ്റന്റ് എൻറ്റിറ്റിയിൽ മറ്റേ അവര് റിഫ്ലക്ഷൻ വെച്ച് എല്ലാം ചെയ്യുമോ, അതേ പ്രോപ്പർട്ടി എഴുതി കൊടുക്കണോ? ഗെറ്ററും സെറ്ററും വേണോ? ഗെറ്ററും സെറ്ററും വേണം. പക്ഷെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളെ വളരെ റെയർ ആയിട്ടേ വരുള്ളൂ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ആ മോഡല് ടോപ്പിലോട്ട് കൊണ്ടുവരില്ല. മിക്കവാറും ഡാറ്റ ആക്സസ് ലെയറിൽ മാത്രമേ ആ മോഡൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ മോഡൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ DTO ആണോ, DTO മറ്റേ ഡാവോയിൽ എത്തിച്ചിട്ട് നിങ്ങൾ എൻറ്റിറ്റി എന്തായാലും ക്ലയന്റ് ലെയറിലോട്ട് അയച്ചു കൊടുക്കുമോ? DTO അല്ല അയച്ചു കൊടുക്കുള്ളൂ? രണ്ടും ചെയ്യാറുണ്ട്. ഐഡിയലി DTO ആണ്. പിന്നെ ക്ലോസ്
ടൈറ്റ് കപ്ലിംഗ് ചില സ്ഥലത്ത് അല്ല ഉണ്ടാവുന്നുണ്ട്, അതിപ്പോ എനിക്കറിയില്ല. എന്റെ പുസ്തകത്തിൽ ഒരു ബുൾഷിറ്റ് എക്സാമ്പിൾ ഉണ്ടാവില്ല. വെറുതെ DDD കാണിക്കാൻ വേണ്ടി കുറെ പാർട്ട് എടുത്തിട്ട് ഒരു വാല്യൂ ഒബ്ജക്റ്റ് ആക്കി മാറ്റി, എന്നിട്ട് അതിനോട് ഇട്ടിട്ട് ഇപ്പൊ DTO ഇപ്പൊ ഞാൻ കാണിക്കാൻ നോക്കുമ്പോ ഒക്കെ സെയിം DTO VO മറ്റേ എൻറ്റിറ്റി തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്ലൈസ് ചെയ്യണം പല രീതിയിൽ. ഇതൊരു ഒറ്റ ലെയർ ആണെങ്കിലില്ലേ, അതായത് ഇപ്പൊ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫോംസ് ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ആ സെയിം എൻറ്റിറ്റീനെ ടോപ്പിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ലേസി ലോഡിങ് യൂസ് ചെയ്യാം. മനസ്സിലായില്ല അതായത് കുറച്ചുകൂടി. ജോയിൻ ഉള്ള ടേബിൾ, അതായത് മാസ്റ്റർ ആ ടേബിൾ നമ്മൾ ലോഡ് ചെയ്യുവാണ്. ആ മാസ്റ്റർ ടേബിളിൽ ലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസർ ഇന്ററാക്ട് ചെയ്യണ സമയത്ത് ഡീറ്റെയിൽ ടേബിളിനെ ലോഡ് ചെയ്യാം, വേറെ API കോൾ ഇല്ലാണ്ട്. ഈ സെയിം അതായത് എൻറ്റിറ്റി ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അതായത് അവര് ലേസി ലോഡ് ചെയ്യാനുള്ള നിങ്ങൾ മാർക്ക് ചെയ്യണം പക്ഷെ, അല്ലെ? ആ മാപ്പിംഗ് നമ്മ മോഡലിൽ പറഞ്ഞു കൊടുക്കുമല്ലോ, ടേബിളിന്റെ റിലേഷൻ എങ്ങനെയാണെന്ന് പറയുമല്ലോ. അല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻറ്റിറ്റി ഡയറക്ട്ലി UI മാപ്പ് ചെയ്യേണ്ടതാണ് അർത്ഥം. അതായത് എൻറ്റിറ്റി അഗ്രഗേറ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ DDD ചെറുത്? ഉണ്ട്. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞ അല്ലെ, ഈ അഗ്രഗേറ്റില് നമ്മൾ ഡീറ്റെയിൽ ഫീൽഡ്സ് ഇല്ലേ, ഐഡിയ ഇടാവും, ലേസി ലോഡർ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലന്തി വാരി കിടക്കും. മൈക്രോസോഫ്റ്റ് DDDയുടെ ആ ലേസി ലോഡിങ് ഏതാ എന്താ പറ്റി? ഇല്ല, ഫുൾ ടേബിൾ വരുന്ന അതൊക്കെ അല്ല, ഇൻവോയ്സിലൊക്കെ പെട്ടുപോകും ചിലപ്പോ. ഈ മറ്റേ ലണ്ടന്റെ ഒക്കെ ട്യൂബിന്റെ മാപ്പ് വരിയിരിക്കും. ഓക്കെ. അത് നമുക്ക് രണ്ട് രീതിയുണ്ട്. ഒന്നാമത്തത് ഈ പറഞ്ഞ പോലെ ലേസി ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലേസി ലോഡിങ് ഡിസേബിൾ ചെയ്തിടാം. എന്നിട്ട് നമുക്ക് മാനുവൽ ആയിട്ട് പറയാം ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ശരിക്കും ജോയിൻ വെച്ചിട്ട് വിളിക്കണ പോലെ വരും കൊറി. എടാ, ഈ മറ്റേ ഫ്രണ്ട് എൻഡിലോട്ട് വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് ഏതാണ് ഫ്രണ്ട് എൻഡ് ടെക്നോളജി, ഏതാണ് അവിടെ കിടക്കുന്നത്? അല്ല, ഫ്രണ്ട് എൻഡ് എന്നല്ല, ഈ ഡാറ്റ ആക്സസ് ലെയറിന്റെ മുകളിലുള്ളത് എന്തോ അതിലോട്ട് കൊണ്ടുവരുമ്പോ അതിനെ ലേസി ലോഡ് ചെയ്യിക്കാൻ പറ്റും. അത് സീരിയലൈസേഷൻ അതായത് ഇല്ലെങ്കിൽ. സർവീസ് ലെയറിലെ ആ ട്രാൻസാക്ഷൻസ് ഇനേബിൾഡ് ആയിരിക്കും. അവിടെ മൾട്ടിപ്പിൾ, അതായത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവില്ല, അവിടെ കമ്മിറ്റ് അല്ല, എൻഡ് ആവില്ല, ആ സെഷൻ അതെ ഉണ്ടാവില്ല, ട്രാൻസാക്ഷൻ വിൻഡോ ഉണ്ടാവില്ല. ഉണ്ടാവും. അത് നമുക്ക് കണ്ടീഷണലി ലോഡ് ചെയ്യാം ഡീറ്റെയിലിനെ. അതെ, കണ്ടീഷണൽ ആ ലോഡിംഗ് ആണ്. ഈ ഞാൻ അതിനെ ഫുള്ളി റിസോൾവ്ഡ് ഡാറ്റ ടൈപ്പിനെ ഞാൻ വിളിക്കുന്നത് കോമ്പോസിറ്റ് എന്നാണ്. നേരത്തെ അല്ല, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈ അൺറിസോൾവ്ഡ് ഡാറ്റ എന്നാണ് ഞാൻ വിളിക്കണത് എൻറ്റിറ്റീനെ അല്ല, മറ്റേ അഗ്രഗേറ്റിനെ. അൺറിസോൾവ്ഡ് ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ സ്പാർക്കിലൊന്നും കോഡ് ചെയ്യരുത്. റിസോൾവ്ഡ് ഡാറ്റയിലേ ചെയ്യാൻ പറ്റും. കാരണം ഈ അൺറിസോൾവ്ഡ് ഡാറ്റയിൽ നിങ്ങൾ സ്പാർക്കിൽ കോഡ് ചെയ്താൽ നിങ്ങൾ IO ചെയ്യും സ്പാർക്കിലെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അത് സ്വീകാര്യമാണോ? അല്ല. അപ്പൊ അല്ല, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, റിസോൾവ്ഡ് അൺറിസോൾവ്ഡ് ഡൈക്കോട്ടമി. എനിക്ക് അല്ലെങ്കിൽ അതൊരു ലേസി ടേം ആയിട്ട് ആരും ചെയ്യാൻ പറഞ്ഞു പാടില്ല, തന്നിട്ടില്ല. ഫ്രണ്ട് ചെയ്യണം. ഇത് റെസൊല്യൂഷൻ അപ്പ് ഫ്രണ്ട് ചെയ്യണം. അതെ. എന്നാലേ ഇപ്പൊ ഡാറ്റ പാരലൽ സിസ്റ്റത്തിൽ അപ്പോഴേ കയറ്റാവും. പ്രോസസ് പാരലൽ ആണെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? സ്റ്റോം ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ മിക്ക സ്ഥലത്തും കണ്ടേക്കണെന്ന് വെച്ചാല് ഈ മറ്റേ സ്പാർക്കിനെ നമുക്ക് സ്പാർക്കായിട്ട് ഉപയോഗിക്കാം, സ്പാർക്കിനെ നമുക്ക് സ്റ്റോം ആയിട്ട് ഉപയോഗിക്കാം, സ്പാർക്കിനെ നമുക്ക് ഷെഡ്യൂളറായിട്ട് ഉപയോഗിക്കാം. 90% സ്ഥലത്തും ഷെഡ്യൂളറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഏറി വന്നാൽ ചിലപ്പോ മറ്റേ റിസോൾവ് ചെയ്യണവരെ കാണാം സ്പാർക്കിന്റെ ഉള്ളിൽ. അപ്പൊ പിന്നെ ആ കമ്പ്യൂട്ടേഷണൽ നെറ്റ്വർക്ക് സ്കെയിൽ ചെയ്യാനേ പറ്റില്ല. പിന്നെ റിസ്കാ. ആ ഒരു ലേസി ലോഡിങ് എങ്ങനെയാ ചെയ്യുന്നത്? ആ ഒരു ഡാറ്റ ആക്സസ് ആ ഒരു ലെയറിന്റെ മേലെ ലേസി ലോഡ് ചെയ്യുന്ന പറഞ്ഞിരുന്നില്ലേ? അത് പ്രോക്സി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യടാ. നമുക്ക് ഫസ്റ്റ് റിട്രീവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനകത്ത് നിനക്കുള്ള വേറെ അതിന്റെ ആട്രിബ്യൂട്ട് വേറെ ടൈപ്പ് ആയിരിക്കുമല്ലോ. അത് പ്രോക്സി ഒബ്ജക്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യണം. എന്നിട്ട് അതിനെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തേക്ക് എറിയും. അത് N+1 സെലക്ട് പ്രോബ്ലത്തിലോട്ട് ലീഡ് ചെയ്യും ഈ സാധനം. അല്ല, ഞാൻ അത് അടുത്തത് പറയുന്നത്. N+1 പ്രോബ്ലം വിലച്ചു വരുത്താനുള്ളതാണ് ഞാൻ അവിടെ
ലാല് ആ, പറഞ്ഞപ്പോ അതെ അതെ. ആലോചിച്ചു. അത് ഞാൻ ആ, പറയാൻ അല്ല നിൽക്കുകയായിരുന്നു. നമ്മിപ്പോ എ എന്ന് പറഞ്ഞ ടേബിളും ബി എന്ന് പറഞ്ഞ ടേബിളും റിലേഷൻ ഉണ്ടെങ്കിൽ എയിന്ന് ബീനെ ലോഡ് ചെയ്യും. ബീനെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് എനെ ലോഡ് ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അല്ല ബിയുടെ ഉള്ളിൽ നിന്ന് വേറെ സാധനം ഉണ്ടെങ്കിലോ? അത് ആള് യൂസ് ചെയ്യുമ്പോഴല്ലേ അത് ലോഡ് ചെയ്യുന്നുള്ളൂ. അല്ല അങ്ങനെയല്ല. യൂസ് ഇപ്പൊ മെയിൻ ചെയ്യുവാണെങ്കിൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിങ്ങനെ ട്രിഗർ ചെയ്യാന്നാ പറയണേ. അതാണ് N+1 പ്രോബ്ലം. അതെ, ഡാറ്റ റെൻഡർ ചെയ്യേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ ഒരുമിച്ച് എടുക്കുന്നതാണ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് അതെ പറയണേ. അതായത് അതെ ഓക്കെ. അല്ല നമുക്കറിയാം. അല്ല മിഥുനെ, ഈ ഗ്യാങ് ഓഫ് ഫോറിൽ ഈ പണ്ട് ജാവയിലൊരു ഇനിയിപ്പോ പ്രോക്സി പാറ്റേൺ എന്ന് പറയുമ്പോൾ മിഥുന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു? പ്രോക്സി പാറ്റേൺ ആണെന്ന് ആലോചിച്ചാ, പ്രോക്സി ഒബ്ജക്റ്റ് അല്ല ശരിക്കും ചെയ്യണം. പ്രോക്സി പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ? ഞാൻ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് എങ്ങനെയാണ്, അവിടെ ഒരു പ്ലേസ് ഹോൾഡർ ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവനറിയാം അവന്റെ കയ്യിൽ ഡാറ്റ ഇല്ല. അവൻ അപ്പോ ഓൺ ദ ഫ്ലൈ പോയി ക്വയറി ചെയ്തിട്ട് ഡാറ്റ കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ടൈം ഒരു ഡിലേ ഉണ്ടാവും. അതാണോ ഉദ്ദേശിച്ചത്? എന്റെ അടുത്തല്ലേ ക്വസ്റ്റ്യൻ? ആ അതെ അതെ. അതായത് പ്രോക്സി ആക്ച്വൽ റിയൽ ഒബ്ജക്റ്റ് അല്ല അവിടെ കൊടുക്കണം. ഒരു പ്രോക്സി ജാവയിൽ പ്രോക്സി ഇപ്പൊ അല്ല, ഇങ്ങനെയല്ല. ഈ മെയിൻ പ്രശ്നം എന്ന് പറയുമോ, ഈ പ്രോക്സി എന്നുള്ള ടേം സ്പ്രിങ്ങിന്റെ കോണ്ടെക്സ്റ്റിൽ ഭയങ്കരമായിട്ട് അബ്യൂസ്ഡാ. പിന്നെ പണ്ട് ഈ ഇമേജ് ലോഡർ ഈ പ്രോക്സി പാറ്റേൺ ബുക്കിലുണ്ടെങ്കിലും പൊതുവേ അത്ര ഇത് വരല്ല. ഇപ്പൊ പ്രോക്സി ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ്, അതൊരു പാറ്റേൺ ആണെന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ ഓക്കെ. എന്റെ മനസ്സിൽ വരുമ്പോ JDK പ്രോക്സി അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ JDK പ്രോക്സി പറ്റില്ലാതെ അഗെയിൻസ്റ്റ് ഇന്റർഫേസ് ആണ്. ഇവിടെ അവന്മാർ കൺസ്ട്രക്ട് ചെയ്യുന്ന വേറെ സാധനം ആയിരിക്കും. അതെ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഡിറ്റക്ട് ചെയ്യും അവരില്ല. അപ്പൊ ഓൺ ദ ഫ്ലൈ വയറിംഗ് വേണ്ട. അതായത് കൺസ്യൂമർ അറിയുന്നില്ല ലേസി ലോഡർ ആണ്. മിഥുൻ ജാവാസ്ക്രിപ്റ്റിലെ പ്രോക്സി ഒബ്ജക്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. മിഥുന ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഇത് അത് തന്നെ അതിൽ ഓരോ ഇപ്പൊ ഞാൻ അവിടെ ഉദ്ദേശിച്ചെന്ന് അറിയാമോ, ആ പാറ്റേൺ നാളെ നമുക്കും ഉപയോഗിക്കാം പല സ്ഥലത്ത്. മനസ്സിലായില്ലേ? പാറ്റേണിന്റെ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ അല്ല. ഇപ്പൊ ഈ പെട്ടെന്ന് ഞാനിത് കണ്ടപ്പോ, പണ്ട് ഈ ഇമേജ് ലോഡർ ഒക്കെ കണ്ടിട്ടുണ്ടോ? പ്രോക്സി ഒബ്ജക്റ്റ് വരുന്നു ഈ ആപ്ലെറ്റിലൊക്കെ. ഇപ്പൊ അത് കാണാറില്ല. പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ പ്രോക്സി പറഞ്ഞപ്പോ, അപ്പൊ സിമിലർ സ്കീം ആയിരിക്കില്ല അല്ലെ .NET ഉണ്ടാവുക? അല്ല, .NET-ല് ഞാനിത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് കേസ് ആട്ടോ. വെബിലൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ ആ പറ്റില്ല. വിളിക്കുന്നതിലേ ഇപ്പൊ ലാല് പറഞ്ഞ പോലെ 2 ടേബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം ആ ടേബിൾ അതിൽ ഈ N+1 ചെയിൻ റിയാക്ഷൻ വരും. ഇപ്പൊ സ്ലാങ്ങിലെ ST ഒക്കെ പിടിച്ച് RDBMS പെർസിസ്റ്റ് ചെയ്യാൻ അടിച്ചു പോകും. നെസ്റ്റിങ്ങിനനുസരിച്ച് പോവല്ലോ. അപ്പൊ ഈ ORM ഡീപ്ലി നെസ്റ്റഡ് സിനാറിയോയിൽ വരുമ്പോ ട്രിഗേർഡ് ആവും. ഇങ്ങനെ പോയി. അതാണ് N+1 പ്രോബ്ലം. അല്ല, ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇത് ഒരു നമ്മ ആലോചിക്കുകയാണെങ്കിൽ ഇതൊന്നില്ലെങ്കിൽ ഒരു ഫോംസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ, അങ്ങനെ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കേസ്. അതായത് ഒരു വെബ് API ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കണക്ഷൻ ഡിസ്കണക്ട് ആവുമല്ലോ അവിടെ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ ആ കേസിലും നമുക്കിത് ആവശ്യം വന്നത് ഒരു സ്പെസിഫിക് കേസിലാണ്. അതായത് ഇപ്പം എന്താ പറയാ, ഒരു ഗ്രിഡില് ഡാറ്റ കാണിക്കണം, ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് കാണിക്കണം, എന്നിട്ട് യൂസറുടെ ഡീറ്റെയിൽ എടുക്കണം. കേസിൽ ആൾക്കാരെ ഡ്രിൽ ഡൗൺ ചെയ്തില്ലെങ്കിൽ വെറുതെ കമ്പ്യൂട്ടർ മെമ്മറി കളയണ്ട. അതെ ഡ്രില്ല് ചെയ്യുമ്പോ മാത്രം ആ ഡാറ്റ എടുത്താൽ മതി. ഡ്രിൽ ഡൗൺ റോൾ അപ്പ് കേസിൽ കറക്റ്റ് ആണ്. അപ്പൊ ഒരു ഡൗട്ട് എന്ന് വെച്ചാ, ഇപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടും. ലൈക്ക് ഇപ്പൊ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ആണെങ്കിൽ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് കിട്ടി. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ നേരത്താണല്ലോ ഒരു N+1 ക്വറി പോകുന്നത്. അപ്പോ N+1 ക്വറി മറ്റേ ഫെച്ച് അടക്കുന്നത് അത് N+1 ഡീഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് N+1 പ്രോബ്ലം. ഓക്കെ, എന്നുവെച്ചാൽ അത് ഒരു സെപ്പറേറ്റ് ക്വറി ആയിട്ട് തന്നെ പോയി എടുക്കുമല്ലേ? അപ്പൊ നെറ്റ്വർക്ക് കോൾ. അതെ. ഓക്കെ. അല്ല, അപ്പൊ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതായത് സ്പേസ് ടൈം ട്രേഡ് ഓഫ്, നെറ്റ്വർക്ക് റൗണ്ട് ട്രിപ്പ്, അങ്ങനെ കോണ്ടെക്സ്റ്റ്. പക്ഷെ ലാല് പറഞ്ഞ കേസ് എനിക്ക് മനസ്സിലായി. കാരണം ഈ മിക്ക മാസ്റ്റർ ടേബിളും ഇപ്പൊ ഏറി വന്നാൽ 3 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ശരത്ത് പറഞ്ഞ കേസാണ് മറ്റേ ലാർജ് എന്റർപ്രൈസ് ആപ്ലിക്കേഷനിൽ ചിലപ്പോ ഉപ്പാടളഞ്ഞു. അതിന്റെ
അതെ അതെ, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല, ഉദ്ദേശിച്ചത് ആ നമ്മൊരു വിവേചനമില്ല. പഠിക്കണം. ഇപ്പൊ ഞാൻ റിസോൾട്ട് ഡാറ്റ അൺറിസോൾട്ട് ഡാറ്റ എന്ന് പണ്ട് പറഞ്ഞിട്ട് എന്തുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഉം, ഉം, ഉം. ആ എവിടെ എന്തെടുക്കണം എന്നുള്ളൊരു ഡിസിഷൻ പ്രോപ്പർ ആയിട്ട് എടുക്കേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ ഈ പണി കിട്ടും, അത് ഉറപ്പാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞോ, അതാരോ ആ തോന്നുന്നു. അല്ല, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ശരിക്കും ഇപ്പൊ ഒരു കോഡ് ഫ്ലോയില് നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് നേരത്തെ അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു പല കേസസ് വന്ന കേസിൽ ആ ഒരു കണക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ആ, പിന്നെ ആ ഒരു ആക്സസ് ചെയ്യുന്നതനുസരിച്ച് ആ ക്വറി വിളിക്കും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതെ വരുന്നത്. അതെ, അതും മാത്രമല്ല, നമ്മിപ്പോ ഡ്രിൽ ഡൗണിൽ ഒരെണ്ണത്തിന്റെ ഡീറ്റെയിൽ എടുക്കുവാണെങ്കിൽ, നമ്മ നോർമൽ രീതി ചെയ്യുവാണെങ്കിൽ നമ്മ ഒരു അഡീഷണൽ കോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, പോയി ഡാറ്റ എടുത്തുകൊണ്ട് തന്നെ മോഡലിലോട്ട് മാപ്പ് ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ടി വരില്ല. ഇതിലാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ സാധനങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഡീറ്റെയിലോട്ട് ഡ്രിൽ ചെയ്ത സാധനം കിട്ടും. ആകെ മൈനസ് എന്താന്ന് പറഞ്ഞാൽ ഇടയിലേക്ക് കണക്ഷൻ കട്ടായി പോവുക വല്ലതും ചെയ്താൽ വരും. പിന്നത്തെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം ആപ്ലിക്കേഷനുകളെ സംബന്ധിച്ചിടത്തോളം, വെബ് അല്ല, വിൻഡോസ് ആപ്ലിക്കേഷൻ സംബന്ധിച്ചിടത്തോളം, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കേസിലും ആ കണക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. മറ്റേ ഇത് വെബിലെ പോലെ കണക്ഷൻ അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് കളയണ പരിപാടി ഇല്ല. അപ്പൊ ചില കേസുകളിലൊക്കെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യണ വരെ ആ കണക്ഷൻ അവിടെ ഓപ്പൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളപ്പോ ഇതൊരു സീനല്ല ഉപയോഗിക്കണേന്. ഇല്ല, ഇത് ട്രാൻസാക്ഷൻ ബൗണ്ടറിയിലേ നടക്കുള്ളൂ. ട്രാൻസാക്ഷന്റെ പ്രശ്നമില്ലല്ലോ, നമ്മ ഇതാണെങ്കിലല്ലേ, അതായത് നമ്മൾ സ്കോപ്പ് ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ അവിടെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. നമ്മൾ ആ സ്പെസിഫിക് സർവീസ് ലെയർ ഒരു ട്രാൻസാക്ഷൻ കോണ്ടെക്സ്റ്റ് ആണെന്ന് അനോട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ആ ബൗണ്ടറിയിലെ ഈ സാധനം നടക്കുള്ളൂ. അവിടെ ആക്റ്റീവ് സെഷൻ വേണം. ആ സെഷന് ബാക്കിംഗ് കണക്ഷൻ ഉണ്ടാവും, അത് വേറെ സ്റ്റോറി. പക്ഷെ സെഷൻ പ്രോഗ്രാമിംഗ് എന്തിനാ? മോഡൽ ആ സെഷൻ കോണ്ടെക്സ്റ്റ് നടക്കുള്ളൂ. ഇത് ഔട്ട് ഓഫ് സെഷൻ പോയിട്ട് ഈ പ്രോക്സി വർക്ക് ചെയ്യില്ല. അതെ അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ, ആ കണക്ഷന്റെ കോണ്ടെക്സ്റ്റില്. ഓക്കെ, ആ കണക്ഷൻ അല്ല, സെഷൻ ആണ്. ഓക്കെ, ഡോട്ട് നെറ്റിൽ എന്താണെന്ന് എനിക്ക് അതെ അറിയില്ല. അതെ അതെ അതെ, ഓക്കെ, സംഭവം മനസ്സിലായി. കണക്ഷൻ ഉണ്ട്, ഡെഫിനറ്റ്ലി നമുക്ക് കണക്ഷൻ ബാക്കിംഗ് ആണ്. പ്രോഗ്രാമിംഗ് അതെ മോഡൽ തലത്തിൽ മറ്റേതാ. പറ. അതെ, അല്ല, നോർമലി കണക്ഷൻ സെഷൻ ഇന്റർചേഞ്ചബിൾ ആയിട്ടാണ്. അതെ അതെ, ബാക്കിംഗ് വേണം ഡെഫിനറ്റ്ലി. ഞാൻ ഉദ്ദേശിച്ച ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞപ്പോ മറ്റേ ഡാറ്റാബേസ്, മറ്റേ എന്താ പറയാ, ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ട്രാൻസാക്ഷനെ കുറിച്ച് ആണ് ആലോചിച്ചത്. അതിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള ഉദ്ദേശിച്ച. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു റീഡ് ഓൺലി സിനാരിയോ ആണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. വേറെ അതായത് ട്രാൻസാക്ഷൻ കൊണ്ട് വേറെ അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇപ്പൊ റീഡ് ഓൺലി സിനാരിയോ മാത്രമാണെങ്കിൽ അത് ഇപ്പൊ റീഡ് റെപ്ലിക്കയിലോട്ട് പൊക്കോളും. അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും ഹൈബർനേറ്റില്. ഓക്കെ ഓക്കെ, ഈ അപ്പൊ അതിനെ സ്കോപ്പ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെ സ്കോപ്പ് ചെയ്യാറ്. ഓക്കെ ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആപ്ലിക്കേഷൻ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അതായത് സിമിലർ സാധനം അപ്പുറത്തുണ്ടാവും, ഡോട്ട് നെറ്റിൽ ഉണ്ടാവും എന്നാണ് എന്റെ. കാരണം റീഡർ റെപ്ലിക്കയിലോട്ട് പോകുന്നതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ എന്തായാലും സാർ അത് അറിയോ? കേൾക്കുന്നില്ല. ഇവിടെ ഉണ്ട്, അൺമ്യൂട്ട് ആണ്. പക്ഷേ ഞാനുണ്ടെന്ന് ഞാൻ കേട്ടോണ്ടിരിക്കാ, പറഞ്ഞോ. ഇല്ല. റീഡ് റെപ്ലിക്കയുടെ കേസ് ചോദിച്ചതാ. ഇപ്പൊ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൽ ചെയ്യുമ്പോ എനിക്ക് തോന്നണ് അപ്പൊ അതിനൊരു ഇതുപോലെ ചെയ്യേണ്ടി വരും. നമ്മ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. പറ്റും നമുക്ക് ടെനന്റ് വെച്ച് സ്വിച്ച് ചെയ്യണ പോലെ സ്വിച്ച് ചെയ്യാൻ പറ്റണം. അല്ല, ഈ കോൺഫിഗറേഷൻ ടൈമിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പറ്റണം, അല്ലാണ്ട് അതെങ്ങനെയാ? നോക്കാം, ഞാൻ ഡീറ്റെയിൽ നോക്കിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ളില് ഈ ടേബിൾ പെർ ക്ലാസ്, ടേബിൾ പെർ ഹയറാർക്കി, ടേബിൾ പെർ കോൺക്രീറ്റ് ഒബ്ജക്റ്റ്, ഇതാണ് 3 കണ്ടേക്കണത്. ഞാൻ ഇത്രയും കാലം അത് വിചാരിച്ചിരുന്നത് ഈ നോർമൽ ഫോം
സെക്കൻഡ് നോർമൽ ഫോം കഴിഞ്ഞ സാറ്റിസ്ഫൈ ഇല്ലെന്ന്. പക്ഷെ ഞാൻ ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് അടിച്ചു നോക്കിയപ്പോ പറ്റുമെന്നാ പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി എന്തോ ചെയ്യണം നിങ്ങൾ. അല്ല, ടേബിൾ പെർ ഹൈറാർക്കി വരുമ്പോ പറ്റില്ലല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് വരില്ലേ? ഇല്ലല്ലോ, ഐഡി ഉണ്ടാവില്ലേ? ഐഡി ഉണ്ടാവും, പക്ഷേ ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യല്ലേ? അല്ല, ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് എൻറ്റിറ്റി ഒബ്ജക്റ്റ് തന്നെ എന്താണ് ഇപ്പൊ രണ്ട് ലാലും ഒരേ ഇതുള്ളത് തരാം, കുഴപ്പമില്ലല്ലോ. ആ ഒബ്ജക്റ്റ് ഐഡന്റിറ്റി മാറാതിരുന്നാ പോരെ. അത് എനിക്ക് കാര്യമില്ല. ഓക്കെ ഓക്കെ. An object should not be identified with its attributes or ഒരു ലോ ഉണ്ട്, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ എന്തൊറ്റോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇന്ന് എന്റെ പേര് വല്ല ആമതൂട്ടിന്ന് ഒരു കൊലപാതകം നടത്തി തിരിച്ചു വീണ്ടും പ്രസീദ് പയ്യ പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ആൾമാറാട്ടം നടത്തി ചെയ്യുന്നുള്ളൊരു അതൊക്കെ ഒഴിവാക്കാനാണ് എൻറ്റിറ്റി ഷുഡ് നോട്ട് ബി ഐഡന്റിഫൈഡ് വിത്ത്. ഈ എൻറ്റിറ്റി വാല്യൂ ഒബ്ജക്റ്റ് ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം അതൊരു അഗ്രഗേറ്റ് റൂട്ട്, ഒരു വൻ നമുക്ക് അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ചർച്ച തന്നെ DDT യെ കുറിച്ച് വെക്കണം. ഈ പറയുന്ന രീതിയിൽ ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ DDD ബുക്സിന്റെയും മറ്റേന്റെയൊക്കെ റിസർച്ചിൽ അവര് ഏതെങ്കിലും ബിസിനസ് ആപ്ലിക്കേഷനിൽ ഡീപ്ലി നെസ്റ്റഡ് ഹൈറാർക്കി മോഡൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്ലിക്കേഷനിലുണ്ട്, ലൈബ്രറി അല്ല ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ശരത്ത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ലൈൻ ഓഫ് ബിസിനസ് ആപ്ലിക്കേഷൻ കോൾ ചെയ്ത് പറയുന്നു ലൈൻ ഓഫ് ബിസിനസ് ആപ്ലിക്കേഷൻ. നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതുന്ന പ്ലാറ്റ്ഫോം എഴുതുന്ന കാര്യമല്ല പറയുന്നത്. അതിൽ നിങ്ങളുടെ ജീവിതത്തില് ഒരു ട്രാൻസാക്ഷൻ സ്ക്രിപ്റ്റ് കോഡിനപ്പുറത്തേക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എഴുതിയിട്ടുണ്ടായിരുന്നു കീ വാല്യൂവിൽ നിന്നപ്പോ അവിടെ ഡാറ്റാബേസ് നമുക്ക് വേറെ ഗ്രാഫ് അങ്ങനത്തെ നോസീക്വൽ സ്വഭാവമുള്ള ആപ്ലിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞ ലൈൻ ഓഫ് ബിസിനസ് ഉദ്ദേശിച്ചത് അക്കൗണ്ടിങ്, പേറോൾ, ഇൻവെന്ററി. പക്ഷെ അതൊരു വലിയൊരു പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ വേറെ കാര്യമില്ല. ഇപ്പൊ ഈ ORM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്ട് റിലേഷണൽ ഇംപീഡൻസ് മിസ്മാച്ച് എന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ ഇന്ന് അതിന് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവിടെ ഈ 220 വോൾട്ട് ആണ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? അല്ലേ? 220 230 എന്ന് പറയും, 220 ആണ് കിട്ടുക. 110 ആണ് UK-ല്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടിയൻ കേബിൾ വേണം അത് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ. ഹീറ്റ് ഡിസിപ്പേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മുടെ അവിടെ 230 ഇവിടെ 110 വെച്ചേക്കണെന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ലാപ്ടോപ്പ് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ അഡാപ്റ്റർ വേണം. ആ അഡാപ്റ്ററാണ് ORM. അതായത് ഇംപീഡൻസ് പറഞ്ഞ ഫ്രീക്വൻസി എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ മറ്റേ ആ സാധനത്തിന്റെ എന്താ പറയാ സം കൈൻഡ് ഓഫ് ഫോഴ്സ് തമ്മിലുള്ള മിസ്മാച്ച് ആണ്. അപ്പൊ ഒബ്ജക്ട് റിലേഷണൽ ഇംപീഡൻസ് മിസ്മാച്ചിന്റെ സൊല്യൂഷൻ ആണല്ലോ ORM ആയി മാറിയത്. ഏത് റിലേഷണൽ ടാർഗറ്റ് ആക്കിക്കൊണ്ട് ആർബിട്രറി ഊപ്പിനെ സാങ്കേതികമായിട്ട് ചെയ്യാം. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല് ഈ ORM ഒക്കെ പോപ്പുലർ ആവുന്ന കാലത്ത് XML ഒക്കെ വന്നുള്ളൂ. XML സീരിയലൈസേഷൻ ഒരു ഓപ്ഷൻ ആയിരുന്നില്ല. JSON സീരിയലൈസേഷൻ വന്നില്ല. അപ്പൊ ഈ MongoDB ഈ ഡോക്യുമെന്റ് ഡാറ്റാബേസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒബ്ജക്ട് ഡാറ്റാബേസ് ഒക്കെ കണ്ടുപിടിക്കും. എന്താണ് ശരത്തിന്റെ ടേക്ക്? അതെ പറ്റും. വേണമെങ്കിൽ മറ്റേ കീ വാല്യൂ സ്റ്റോർ ആയിട്ടും അതിനെ കാണാം. കീ വാല്യൂ സ്റ്റോറും ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാമോ മിഥുനെ? ഡോക്യുമെന്റ് ഡാറ്റാബേസും കീ വാല്യൂം ഡോക്യുമെന്റ് ഡാറ്റാബേസ് തമ്മിലുള്ളൂ. നിങ്ങളുടെ കമ്പനി അല്ല കേട്ടോ കീ വാല്യൂ. അയ്യോ മറ്റേ പുള്ളി ഒന്നില്ലോ. ഇല്ല, പുള്ളി US ടൈം അല്ലേ, പുള്ളി എണീറ്റുണ്ടാവില്ല. ഓ ഇപ്പൊ അവിടെ എത്ര 6:15. അതായത് വാല്യൂവില് സെർച്ച് ചെയ്യാം ഡോക്യുമെന്റ് ഡാറ്റാബേസ്. അതാണ് അതിന്റെ ഡിഫറൻസ്. അല്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ല വരാമില്ല.
പിന്നെ മറ്റേത് ഹാഷ് ടേബിൾ സ്റ്റൈൽ ലുക്കപ്പ് ആണ് എന്റെ അറിവ്, ശരിയാണോ? ആ കീ വാല്യൂ ഹാഷ് ടേബിൾ സ്റ്റൈൽ ലുക്കപ്പ് ഇവിടെയും അല്ല, ഇത് ഫുൾ അല്ല, പാർട്ടീഷൻ ഇവിടെ ഉണ്ട്, പക്ഷെ ടോളറന്റ്. ഇവിടെ നിങ്ങൾക്ക് വാല്യൂവിൽ സെർച്ച് ചെയ്യാം, മറ്റേ വാല്യൂവിൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇവിടെ വാല്യൂ ഇൻഡെക്സ് ഒക്കെ ചെയ്യാം. ഇത് അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ആണ്, പക്ഷെ ഇത് മറ്റേ എസെൻഷ്യലി ഫണ്ടമെന്റലി ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ വാല്യൂ പെർസിസ്റ്റന്റ് സ്ട്രക്ചറിലും അതിന്റെ യൂട്ടിലിറ്റിയിലാണ് ഡിഫറൻസ് വരുന്നത്. അതെ അതെ അതെ, അല്ല സെൻട്രൽ സാധനത്തിൽ ഡിഫറൻസ് ഇല്ല. അല്ല, ഡിസ്റ്റിങ്ഷൻ ഇപ്പൊ നിങ്ങളുടെ ചോയ്സ് ഓഫ് ഡാറ്റാബേസിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ നിങ്ങക്ക് ഐട്രേഷൻ വേണ്ട സ്ഥലത്ത് ഏത് സെലക്ട് ചെയ്യും? ഐട്രേഷൻ വേണ്ട സ്ഥലത്ത് അല്ല, ഫസ്റ്റ് തന്നെ ഇതിലോട്ട് പോകണ എന്തിനാ? പാർട്ടീഷൻ ടോളറൻസിന് വേണ്ടിയിട്ടാ പോകുന്നത്, അല്ലെങ്കിൽ പോസ്റ്റേഴ്സിന് അപ്പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ക്യാരക്ടർ ലാർജ് ഒബ്ജക്റ്റ് ഇട്ടാ എന്നാണ് പറഞ്ഞത്. ഇല്ല, ഇപ്പൊ ജെയ്സൺ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യും. ജെയ്സൺ ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജെയ്സൺ 2 ഡാറ്റ ടൈപ്പ് ബന്ധമുണ്ട്. ഈ ഞാൻ ഇത്തിരി ഓൾഡ് സ്കൂൾ ആണല്ലോ, നമ്മള് ക്യാരക്ടർ ലാർജ് ഒബ്ജക്റ്റ് ഇത് വെക്കണ നമ്മുടെ തലയിൽ വരുള്ളൂ. അതില് ഈ പറഞ്ഞ പോലെ തന്നെ വാല്യൂവിൽ ഇൻഡെക്സിംഗ് ഒക്കെ പോസിബിൾ ആണ് പോസ്റ്റ്ഗ്രസില്. അതെ അതെ അത് സാറേ, ഞാൻ ഭയങ്കര കൺവെൻഷണൽ ആണ് ഈ ഡിസൈനിലൂടെ. ഞാൻ പോസ്റ്റ്ഗ്രസിന് അപ്പുറത്ത് പോകേണ്ട ആവശ്യം മെജോറിറ്റി സിസ്റ്റത്തിന് ഇല്ല എന്നുള്ളതാണ് എന്റെ ഗുഡ് ഇൻസൈറ്റ്. ഓക്കെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ല, ഈ ഞാനിവിടെ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഹാങ് ഓവറിലാണ്. പക്ഷെ അത് സ്റ്റേഡാറ്റിൽ നടന്നില്ലെങ്കിലും ഇവിടെ നടന്നു കേട്ടോ, മറ്റേ DLT ലെഡ്ജറിൽ നടന്നു. അപ്പൊ ശരിക്കും അതൊരു തരം സ്റ്റാർ സ്കീമാണ് അത് പിന്നെ മനസ്സിലായേ. സെൻട്രൽ ഫാക്ട് ടേബിളും അതിനെ ചുറ്റിപ്പറ്റി കുറെ ഡയമെൻഷൻ ടേബിള് മറ്റേ ലൊക്കേറ്റർ കണ്ടന്റ് മോഡൽ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്തോ പറയാൻ വന്നപ്പോഴാണ് ഒരു തമാശ ഉണ്ടായിരുന്നു. ഈ പെർസിസ്റ്റൻസ് പറഞ്ഞു മറന്നുപോയി. റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് മോഡലില് അതാണ് ഞാൻ അവിടെ കണ്ടത്. ഞാൻ ഇപ്പോഴാണ് ഡിസ്റ്റിങ്ഷൻ വെക്കാറുണ്ട്. അതിപ്പോ നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ സെലക്ട് ചെയ്യുമ്പോഴേ ഹാഷ് ടേബിൾ വേണോ, ഇപ്പൊ ട്രീ മാപ്പ് വേണോ, ട്രീ സെറ്റ് വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഐട്രേഷൻ ആണ് ഈ മാപ്പും, മറ്റേ ലുക്കപ്പ് ആണ് ഈ സെറ്റും ആണ്. ഹാഷ് സെറ്റ്, സോറി, ട്രീ സെറ്റും ഹാഷ് സെറ്റും ആണ്. എനിക്ക് വേണേ മൈക്രോസോഫ്റ്റിലാണെന്നാണ് നിങ്ങൾക്ക് അതും ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇൻഎഫിഷ്യന്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല റെഗുലർ എക്സ്പ്രഷനിലെ ഇന്റർപ്രറ്ററിലും ബിഗിൻ ബ്രേസ് A, B സമ്മതിക്കും, ക്ലോസ് ബ്രേസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 2 or 3 occurrence ഓഫ് റെഗുലർ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? അത് ജന്മോണ്ടെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ. ലാർജ് റെഗുലർ എക്സ്പ്രഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവര് മെഷീൻ ക്ലോൺ ചെയ്യുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ വലിയ റെഗുലർ എക്സ്പ്രഷനെ 2, 3 എന്ന് പറഞ്ഞു കൊടുത്താ അങ്ങനത്തെ 3 മറ്റേ മെഷീൻ ഉണ്ടാവും, എന്നിട്ട് ഓർഡർ ചെയ്യാൻ ഉണ്ടാക്കണേ. അത് റെഗുലർ എക്സ്പ്രഷന്റെ ഭാഗമല്ല ശരിക്കും. അത് സൂക്ഷിച്ചില്ലെങ്കിലേ റെഗുലർ എക്സ്പ്രഷൻ ഞാൻ ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഇതുപോലത്തെ സംഭവങ്ങളാണ്, വാലിഡേഷൻ പരിപാടികളൊക്കെ. അതിന്റെ അപ്പുറത്തോട്ട് വളരെ കുറവാണ്. അല്ല, പക്ഷെ ഈ റെഗുലർ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാലേ ഈ മറ്റേ യു കൺ റൈറ്റ് എ പാഴ്സൽ യൂസിങ് റെഗുലർ എക്സ്പ്രഷൻ നേടിട്ടുണ്ടോ? ലെക്സിക്കൽ അനലൈസർ എഴുതാൻ പറ്റും, പാഴ്സൽ എഴുതാൻ പറ്റില്ലെങ്കിൽ റെഗുലർ. എന്നോട് പണ്ടൊരു വിളി ചോദിച്ചേ, ജാവാസ്ക്രിപ്റ്റ് പാഴ്സ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞ. ഞാൻ ചോദിച്ചേ, നീ ഏതാ റീസിലാ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതെന്ന് പറഞ്ഞേ? എന്നിട്ട് അവനെ പറപ്പിക്കേണ്ടി വന്നു. പിന്നെ ORM-ൽ എന്തൊക്കെയാണുള്ളത്? നമ്മളിത് അത്യാവശ്യം കുറെ ചർച്ച ചെയ്തു. ഇത് എന്തെങ്കിലും ഉണ്ടോ ORM-നെ കുറിച്ച്? ശങ്ക എന്ന് പറഞ്ഞാൽ സ്കെപ്റ്റിസിസം, സന്ദേഹം. ഇത് ഒരുവിധം കവർ ചെയ്യുന്നു തോന്നുന്നു. എനിക്ക് വേറെ പോയിന്റ്സ് ഇപ്പൊ കിട്ടുന്നില്ല.
ഈ അപ്പം സാറേ ഞാൻ ORM യൂസ് ചെയ്തെന്നാണ് ബിലീവ് ചെയ്യണേ. അത് റേഷണൽ ആണോ? ഞാൻ ഫുള്ളി ഇത് അങ്ങനല്ല. അതായത് അല്ല കൺട്രോൾ പോകുന്ന ഫീലാണ് ഇത് എനിക്ക്. ആ അല്ല ഈ ഞാൻ പറയണ പോയിന്റ് എന്ന് വെച്ചാലേ, ഈ നിങ്ങൾ കുറേ അത്ര പ്രോഗ്രാമിങ്ങിൽ വിവരമില്ലാത്ത ഒരു സ്ഥലത്ത് ORM ഉപയോഗിച്ചില്ലെങ്കിൽ റിഗ്രഷൻ ബഗിന്റെ കയ്യിലെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. റിഗ്രഷൻ ബഗിന്റെ പക്ഷെ അത് ഇപ്പൊ നമുക്ക് ഈ ഞാൻ ഗ്രീൻഫീൽഡ് സിനാരിയോസ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഗ്രീൻഫീൽഡ് ആകുമ്പോൾ നമ്മുടെ പ്രോസസ് ഗ്രീൻഫീൽഡ് ഞാൻ എഗ്രി ചെയ്യുന്നു. ലിറ്ററേറ്റ് ആണ് ആൾക്കാരെങ്കിൽ ചിലപ്പോ ആ ORM ഇല്ലാത്തതിന്റെ പെർഫോമൻസ് കൂടി നമുക്ക് യൂസ് ചെയ്തെടുക്കാം. എനിക്ക് മനസ്സിലാന്ന് വെച്ചാല് ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ്, ഡിക്ലറേറ്റീവ് പെർസിസ്റ്റൻസിലോട്ടുള്ള ഒരു ആഹ്വാനമാണ് ORM എന്നാണ്. അതെ അതെ. സ്പ്രിംഗ് ഡാറ്റ GPA കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറുന്നതാണ് ബുദ്ധിമുട്ട്. അതെ അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പണ്ട് എന്നെ കളിയാക്കിയല്ലോ ഈ SQL അറിയാത്തവർക്ക്. അതിലൊരു വാസ്തവമുണ്ട് ശരിക്കും, അല്ലേ? ആ, പക്ഷെ അങ്ങനെയല്ല അത്രയ്ക്കൊന്നും ഇല്ല ഈ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞുതരാം. മൈക്രോസോഫ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ അറിയാമോ? എല്ലാവർക്കും SQL സെർവറിൽ ക്വയറി അടിക്കാനും പ്രൊസീജിയർ എഴുതാൻ അറിയാത്ത ഒരുത്തം പോലും ഉണ്ടല്ലോ. ഇനി അങ്ങനത്തെ ഇനിയിപ്പൊ അങ്ങനത്തെ ആൾക്കാരെ മഷിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരുമെന്നാണ് EFന്റെ ഈ കടന്നു കയറ്റം. എന്ന് പറഞ്ഞല്ലേ? അതുണ്ട്, ഇപ്പൊ തന്നെ നന്നായിട്ടുണ്ട്. അതായത് കൊറി എഴുതാൻ ബുദ്ധിമുട്ടാണ്. അത് അവരോട് ഇപ്പൊ ഡാറ്റാബേസിൽ പോയി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് മിക്കവരും എന്താ പറയാ, അത്യാവശ്യം സെലക്ട് സ്റ്റാർ അല്ലാണ്ട് വേറൊന്നും എഴുതാൻ മിക്കവർക്കും അറിയില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലൊക്കെ, അതായത് മറ്റേ ബിഗ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എന്താ പറയാ ORM സപ്പോർട്ട് ഇല്ല കറന്റ്ലി. ഇത് 2-3 ചെറിയ തേർഡ് പാർട്ടി ഇതേ ഉള്ളൂ, ബിൽറ്റ് ഇൻ സപ്പോർട്ട് ഒന്നും ഇല്ല എന്തായാലും. അപ്പൊ ആ കേസിലൊക്കെ കൊറി തന്നെ എഴുതേണ്ടി വരും, വേറെ ചോയ്സ് ഇല്ല. that brings us to the question. R2DBCയുടെ മുകളില് സ്പ്രിംഗ് ഓടുവോ? സ്പ്രിംഗ് JPA അല്ലെങ്കിൽ മറ്റേത് ഓടുവോ? R2DBCയുടെ ഇപ്പൊ പറയാം. അതെ, ഒരു പുതിയ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് ജാവ വേൾഡില്, അസിൻക്രോണസ് ഡാറ്റാബേസ് ആക്സസ്. അല്ല പറഞ്ഞു ഓടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവര് ഇത് പ്രൊവൈഡർ ചെയ്തിട്ടുണ്ടോ? അത് വേണം, പ്രൊവൈഡേഴ്സ് വേണം. പിന്നെ ഈ JDBC ഡ്രൈവേഴ്സ്, അതായത് R2DBC ഡ്രൈവേഴ്സ് വേണം. അല്ല അപ്പൊ ഹൈബർനേറ്റ് അല്ല, ഒന്ന് ഹൈബർനേറ്റ് സപ്പോർട്ട് ചെയ്യണ്ടോ? കാരണം JPA അപ്ഡേറ്റ് ചെയ്തോ അതിന് വേണ്ടി? ചിലപ്പോ ഹൈബർനേറ്റിന്റെ ഫീച്ചർ ആയിരിക്കും, JPA ആവണമെന്നില്ലല്ലോ. അസിൻക്രോണസ് SQL ഉണ്ടോ .NETല്? അസിൻക്രണസ് SQL ഉണ്ടോന്ന് വെച്ചാ, അതായത് ഇപ്പൊ മറ്റേ ഈ ജാവയിലെ നിങ്ങൾക്ക് വെബ്ഫ്ലക്സ് എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. അതായത് സ്പ്രിംഗ് റിയാക്ടറിന്റെ മുകളിൽ ഓടുന്നത്. അപ്പൊ അതൊരു നോൺ ബ്ലോക്കിംഗ് മോഡില് കോഡ് എഴുതുന്നതാണ്. Node.js സ്റ്റൈലില് ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് കോഡ് എഴുതാം. അപ്പോ ഡാറ്റാബേസ് പണ്ട് JDBC ഒക്കെ ഉപയോഗിച്ചാൽ അത് ബ്ലോക്കിംഗ് ആണല്ലോ. ഇപ്പൊ നോൺ ബ്ലോക്കിംഗ് ഡാറ്റാബേസ് കോഡ് സപ്പോർട്ട് ഉണ്ട്. അത് കുറെ കാലമായി. അതെന്താണ്? അത് എന്താ പറയാ, നമുക്ക് അസിൻക്രണസ് ആണെന്ന് പറയാം. അല്ല അത് EF ലെവലിലാണോ ADO ലെവലിലാണോ? EF ADOയിലും ചെയ്യാം. ADOയില് മറ്റേ ഇത് വെച്ച് ചെയ്യണം, ബിഗിൻ എൻഡ് വെച്ച് ചെയ്യണം. അസിങ്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. അല്ല പണ്ട് ബിഗിൻ അസിങ്ക് എൻഡ് അസിങ്ക് ഉണ്ട്. അതെ, അതിനാ ഒരു മറ്റേ എന്തോ ടാസ്ക് എന്തോ സംഭവത്തിനെ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസിൻക്രണസ് ആയിട്ട് വിളിക്കാം പുറത്തുനിന്ന്. അല്ലെ ശരത്ത്, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ R2DBC ടെക്നിക്കലി വേണ്ടി നമുക്ക് ഇതിന്റെ മുകളിൽ എഴുതിക്കൂടെ? JDBCയുടെ മുകളിൽ എഴുതിക്കൂടെ? പറ്റും. പറ്റില്ല. അത് പറ്റും, പക്ഷെ അതിന്റെ ഇത് പോയില്ലേ, ഇന്റന്റ് പോയില്ലേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്പേസിലുള്ള ത്രെഡ് ഫ്രീ ചെയ്ത് കിട്ടിയാ പോരെ? ഇപ്പൊ മൈക്രോസോഫ്റ്റ് അതാണ്, അതുകൊണ്ട് ചോദിച്ചേ. നമ്മുടെ സ്പേസിലുള്ള ത്രെഡ് ലാലിന്റെ ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ്, അതായത് ADO.NET സിൻക്രണസ് ആയിരിക്കും. അതിന്റെ മുകളിൽ ഒരു ലെയർ അസിൻക്രണസ് API എഴുതിയിട്ടുണ്ട്. കാരണം അവര് മറ്റേ കോൾ ബാക്കോ അല്ലെങ്കിൽ സാറേ ചിലപ്പോ അത് ട്രൂലി അസിങ്ക് ആയിരിക്കും. അസിങ്ക് അവൈറ്റ് ഉണ്ടല്ലോ ഇവർക്ക്.
അല്ല ഇവർക്ക് അതിന്റെ ആവശ്യമില്ല, അസിംഗമായിട്ട് ഉപയോഗിക്കാം. ഉം. അല്ല ദേ ഇവിടെ സാധനം കിടപ്പുണ്ട് കേട്ടോ, ഒരു ഇത് എൻറ്റിറ്റി, പിന്നെ റിയാക്റ്റീവ് ക്രാഡ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് സ്പ്രിങ്ങിന്റെ ആണ് കാണിക്കണേ. സ്പ്രിംഗ് അത് എന്തായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ നമ്മള്. റിട്ടേൺ ചെയ്യുന്ന ഫ്ലക്സാ. അതിന്റെ പൈപ്പ് ലൈൻ ഡീകോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ ഞാൻ വെങ്കട്ടിന്റെ ഒരു ടോക്ക് കണ്ടു കേട്ടോ, 3 മണിക്കൂർ, ഡെവോക്സ് ബെൽജിയത്തില്. അതായത് പാരലൽ ആൻഡ് അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ഓപ്ഷൻസ് ഇൻ ജാവ എന്ന് പറഞ്ഞു. ഒരു ജിംഡാനുണ്ട് കൊത്തിയിരുന്നത് അടുത്ത്. എനിക്ക് വെങ്കട്ടിനെ കാണുമ്പോ ആദ്യം നവംബർ 2017 ഓർമ്മ വരും. ലാല് കണ്ടിട്ടുണ്ടോ വെങ്കട്ട് സുബ്രഹ്മണ്യം? ഇല്ല ഇല്ല. നിങ്ങളൊരു 2 വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കുറെ പെൻഡിങ് ഉണ്ട് കാണാൻ. ഡോട്ട് നെറ്റ് ബുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. പുള്ളി പണ്ട് 2001 ഡോട്ട് നെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നോക്കിയിട്ടില്ല, നോക്കണം. ശരിക്കും നമ്മുടെ ടോപ്പിക്കുകളൊക്കെ തീർന്നല്ലേ? ഏത് ഇതിന്റെ ORM. അല്ല നമുക്കിങ്ങനെ ഈസി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ പലതും വരുന്നത്. R2DBC വന്നു, അസിൻക്രണസ് ഡാറ്റാബേസ് വന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത്ര ഇൻഫർമേഷൻ ഞാൻ മറ്റേ നിങ്ങളുടെ ഭാഷ ഞാൻ കടമെടുക്കുന്നു, ട്യൂട്ടോറിയൽ ഹെൽപ്പ്. ഇതിപ്പോ നമ്മൾ പബ്ലിക്കലി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ ഇതല്ലേ ഉള്ളൂ. അതെ അതെ. മിഥുൻ കാണാറുണ്ടോ ബാക്ക് പഴയതൊക്കെ കേട്ടാവല്ലോ? ഞാൻ കാണാറുണ്ട്. എന്തെങ്കിലും ഈ മറ്റേ എന്താ പറയാ പുതിയ ലഡു പൊട്ടാറുണ്ടോ? അത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കാനുണ്ട്. എന്ന് വെച്ചാൽ അതിലൊന്ന് ഡീപ് ഡൈവ് ചെയ്യേണ്ടി വരുമല്ലോ, കുറച്ച് സാർ പറയുന്ന അതെ അങ്ങനെ പോയിന്റ്സ് ഒക്കെ. അതൊന്ന് ഇരുന്നങ്ങനെ അല്ല മിക്കവാറും ഉണ്ടാവും. സോറി മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് തന്നെ ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ലാല് 3 ഓറത്തിന്റെ 2 പ്രശ്നങ്ങൾ പറഞ്ഞു. ആ പ്രശ്നം കറക്റ്റ് ആയിട്ട് ഇനിയിപ്പോ ഡെപ്തിലോട്ട് പോകണം അതെടുത്തിട്ട്, മനസ്സിലായില്ലേ? ശരത്ത് ജൂക്ക് പറഞ്ഞു. അപ്പൊ JOQ അത് പലപ്പോഴായിട്ട് അത് വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് എന്തായാലും ഈ തവണ അതിനൊന്നും ഒതുക്കണം. അതിന്റെ മറ്റേ DSLന്റെ ക്ലാസ്സില്, ക്ലാസ് അല്ല സെഷനില് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്. there you go. അതാണ് അന്നാണ് ഞാനത് കണ്ടത് ആദ്യമായിട്ട്. ശരി ഞാൻ എക്സാമ്പിള് എവിടെയോ അവിടെ അതെങ്ങനെ ഇരിക്കും. ഇതിപ്പോ ശരിക്കും ഏതാണ്ട് മറ്റേ ലിങ്കുവിൽ എഴുതണ പോലെ തന്നെയാണല്ലോ. ലിങ്കിന്റെ മറ്റേ ഇത് ലാംഡ ക്വയറി. അല്ല ഇത് പക്ക SQL മിറർ ചെയ്യുന്നതാണ്. ഓർഡർ ഇമ്പോർട്ടന്റ് ആണോ? എന്ത് ഇമ്പോർട്ടന്റ് ആണോന്ന്? ഓർഡർ ഇല്ല. സെലക്ട് ഫ്രം ആ ഓർഡർ ഇമ്പോർട്ടന്റ് ആണോ? ചിലത് ഇമ്പോർട്ടന്റ്, കാരണം ചില കൺസ്ട്രക്റ്റിൽ നിന്ന് വരുന്ന ഇപ്പൊ ജോയിൻ, അതിൽ നിന്ന് വരുന്ന സാധനം ടൈപ്ഡ് ഒരു നോഡായിരിക്കും, മനസ്സിലായി? അപ്പൊ ഓണപ്പുറത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചില സാധനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ടൈപ്പ് സ്ക്രിപ്റ്റിൽ കോഡ് എഴുതുമ്പോ ജാവാസ്ക്രിപ്റ്റ് ജനറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് ഏകദേശം ബോധം വേണം, അല്ലെങ്കിൽ വേറെ എല്ലാം കൊണ്ടുണ്ടാവില്ലേ? അത് തന്നെ. അതാണ് അതിന്റെ ഒരു. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്കൊന്ന് മറ്റേ ഇതൊന്ന് റെക്കോർഡിംഗ് നിൽക്കാം, നമുക്ക് ഉച്ചയ്ക്ക് പറയാം. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ